ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, 85ാം വാർഷിക പ്രചാരണം എന്ന നിലക്കാണ് സമസ്തയെ ഇവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. സമ്മേളനത്തിന് എല്ലാവരും വരണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. കാരണം കേരളീയ മുസ്ലിം ഉമ്മത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൊണ്ടുണ്ടാക്കിയെടുത്ത നേടിയിട്ടുള്ള നേട്ടം ഏതൊരാൾക്കും അറിയുന്ന സത്യമാണ്, പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമ്മേളനം വിജയിക്കുകയും കേരളം കണ്ട ഏറ്റവും വലിയ ജനപങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്യും. അതും ഒരു യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അതൊന്നും പറയാനല്ല സത്യത്തിൽ ഈ ഒരു പരിപാടി. അല്ലെങ്കിലും സമ്മേളനം പ്രചാരണം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ലക്ഷ്യം, ഇവിടെ പല സംഘടനകളും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. നിരീശ്വര നിർമ്മതവാദികൾക്ക് സംഘടനകളും പ്രസ്ഥാനങ്ങളുമുണ്ട്, രാഷ്ട്രീയ സംഘടനകളും വേറെയുമുണ്ട്. അവയെല്ലാം സമ്മേളനം നടത്താറുമുണ്ട്. അവയുടെ സമ്മേളനത്തെ പോലെയല്ല നമ്മുടെ സമ്മേളനം. അവ ഭൗതികമായ ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമായ സംഘടനകളാണ്. രാഷ്ട്രീയമായാലും നിരീശ്വരവാദമായാലും അതെല്ലാം ഭൗതിക ലക്ഷ്യാധിഷ്ഠിതമായ സംഘടനകളാണ്. അതുകൊണ്ട് ഭൗതികമായ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയലായിരിക്കും അതിൻ്റെ പ്രമേയവും ലക്ഷ്യം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് അങ്ങനെ ഒരു സംഘടനയല്ല. അതിൻ്റെ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം ജനങ്ങളിൽ ആത്മീയമായ വികാസവും വളർച്ചയും എത്തിക്കുക എന്നതാണ്. ജനങ്ങളിൽ ദീനീ ബോധം വളർത്തിയെടുക്കുക എന്നതാണ്. കേവലം ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കലുമല്ല. അതിനുവേണ്ടി പാടുപെടേണ്ട സംഘടനയല്ല സമസ്ത. കേരളത്തിൽ ആർക്കു കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിഷ്പ്രയാസം ജനം ഒരുമിച്ച് കൂടുന്ന ഒരു പ്രസ്ഥാനമാണത്, അള്ളാഹുവിൻ്റെ സഹായത്താൽ. അപ്പോൾ പിന്നെ സംഘടനയുടെ ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം എന്നത് ദീനി പ്രചാരണമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ദീനിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. ഇവിടെ ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം പുണ്യനബിയുടെ കാലഘട്ടത്തിൽ തന്നെ എത്തിയ നാടാണ് ബഹുമാനപ്പെട്ട കേരളം എന്ന് നാം മനസ്സിലാക്കണം. ലോകത്ത് അനവധി നാടുകളിൽ ദീൻ എത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നിഅ്മത്ത് വളരെ വലുതാണ്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്ക് ഇവിടെ ദീൻ എത്തി എന്നാണ്. കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ വടക്കോട്ട് പോയാൽ പഴയങ്ങാടിയിൽ മാടായി പള്ളി നിലകൊള്ളുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരീഖ് ബുനിയ സനത 50 എന്നാണ്. അത് ഹിജ്റ 5 ഉണ്ടാക്കി എന്നാണ്. ഹിജ്റ 5 എന്നാൽ മുസ്തഫ നബിക്ക് അന്ന് 58 വയസ്സാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റ 10 മുസ്തഫ നബി വഫാത്തായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കണ്ണൂരിൽ മാടായിൽ പള്ളി ഉണ്ടാക്കി പിന്നെ 5 കൊല്ലം കഴിഞ്ഞാണ് ഹബീബ നബി മദീനയിൽ വഫാത്താവുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹു ഈ നാട്ടിന് നൽകിയ ഒരു നിഅമത്താണ്. ചിന്തിക്കുക. പിന്നെ ധാരാളം സ്വഹാബികൾ ഈ കടൽ തീരത്ത് മരിച്ചു കിടക്കും. ഈ കോഴിക്കോട്ടങ്ങാടിയിൽ സ്വഹാബികൾ മരിച്ചു കിടക്കുന്നു. അപ്പുറം പാറപ്പള്ളിയിൽ കൊല്ലത്ത് മരിച്ചു കിടക്കുന്നു. തിരുവനന്തപുരം പാറശാല മുതൽ കാസർകോട്ട് വരെയുള്ള ഭാഗങ്ങളിൽ കടൽ തീരത്ത് പരിശോധിച്ചാൽ അനവധി സ്വഹാബികളുടെ ഖബർ കാണാം. ഒരു പ്രതിരോധത്തിന്റെ ബെൽറ്റ് പോലെ കേരളത്തിന്റെ തീരത്ത് സ്വഹാബത്ത് കിടക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. അതിൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ പോലും ഉണ്ട്. അൻസാരികളുണ്ട്. നബുവത്തിന്റെ 13-ാം കൊല്ലം റബീഉൽ അവ്വലിന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് സ്വീകരിച്ച അൻസാരികളുണ്ട്. ത്വലഅൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാഇ എന്ന് പാട്ടുപാടി ദഫടിച്ച് പാട്ടുപാടി ഒട്ടകപ്പുറത്തിരുത്തിയിട്ട് മദീന അതിർത്തിയിൽ നിന്ന് ആമോദിച്ച ആനയിച്ച് പുണ്യ നബിയെ കൊണ്ടുപോയ സ്വഹാബികളിൽ ഒരാളാണല്ലോ ബഹുമാനപ്പെട്ട മഹാനായ തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഈ പാറപ്പള്ളിയിൽ കൊയിലാണ്ടിക്ക് അപ്പുറം പാറപ്പള്ളിയിൽ കിടക്കുന്നു. ഇവിടെ കോഴിക്കോട്ടാണ് തമീമുൽ അൻസാരി കിടക്കുന്നത് റളിയല്ലാഹു ഉറക്കപ്പറ റളിയല്ലാഹു. അവരാകട്ടെ മിമ്മൻ ഷഹീദ ബദറൻ മഅൻ നബിയിൽ മുസ്തഫ, പുണ്യ നബിയോടുകൂടെ ബദറിൽ പങ്കെടുത്ത ആളുമാണ് ആ സ്വഹാബി റളിയല്ലാഹു. ചിന്തിക്കുക. വഅൻ തമീമിൻ വതമീമിൻ വതമീമിൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ ഒരു തമീം ഇതാണ്. ചിന്തിക്കുക. അല്ലാഹു ലോകത്ത് ഒരു നാട്ടിനും കൊടുക്കാത്ത പ്രത്യേകത കേരളത്തിന് നൽകിയിരിക്കും. കേരളത്തിന്റെ അനവധി പ്രദേശങ്ങളിൽ സ്വഹാബത്ത് വന്നിരിക്കും. കണ്ണൂരിൽ ഇരിക്കൂരിൽ നിലാമുറ്റത്ത് സ്വഹാബികൾ വഫാത്തായി കിടക്കും. അവിടുത്തെ ഖബറിന്റെ മീസാൻ കല്ലുകളിലുള്ള എഴുത്ത് ഹിജ്റ 30 മുമ്പ് എഴുതിയതാണെന്ന് കണക്കാക്കപ്പെടുന്നു. ചിന്തിക്കാം. ഹിജ്റ 30 മുമ്പ് എന്ന് പറഞ്ഞാൽ മദീനയിൽ ഖിലാഫത്തുർ റാഷിദ നടക്കുന്ന കാലഘട്ടത്തിൽ ഇത് ലോകത്തെ ഒരു നാട്ടിനും ഇല്ലാത്ത പ്രത്യേകത. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇന്ന് പുതിയ ആളുകൾക്ക് ഒരു സംശയത്തിനും ഇവിടെ അവകാശമില്ല. ഇവിടെ ദീന് അതിൻ്റെ സുബഹക്ക് തന്നെ വന്ന പ്രദേശമാണ് ബഹുമാനപ്പെട്ട കേരളം. ഇസ്സത്ത് അല്ലാഹു നിലനിർത്തട്ടെ, സംശയം വേണ്ട. ചിന്തിക്കുക. ബഹുമാനപ്പെട്ട സ്വഹാബികൾ അന്ന് ഇവിടെ ദീൻ പഠിപ്പിച്ചു. ഇവിടുത്തെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു. താബിഈയത്തുകൾ ഇവിടെ ഉണ്ടായി. ദീൻ വിശ്വസിച്ച താബിഈങ്ങളും ഉണ്ടായി. ലക്ഷക്കണക്കായ താബിഈങ്ങൾ ഉണ്ടായി. ലക്ഷക്കണക്കായ താബിഈങ്ങൾ കേരളത്തിൽ മരിച്ചത് ലക്ഷക്കണക്കിന്. കാരണം സ്വഹാബത്തിനെ കണ്ടവരൊക്കെ താബിഈങ്ങളാണ്. ഈമാനോടുകൂടെ സ്വഹാബത്തിനെ കണ്ടാൽ താബിഈ. ചിന്തിക്കുക. നൂറുകണക്കായ സ്വഹാബികൾ ഇവിടെ വന്നു. അവരെല്ലാം ദീൻ വിശ്വസിച്ച ലക്ഷക്കണക്കായ താബിഈങ്ങൾ ഇവിടെ മരിച്ചു കിടക്കുന്നു. നേരിട്ട് ദീൻ പഠിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. جاء ملك من الهند إلى رسول الله ومعه شيء من الزنجبيل. 21 പെട്ടികൾ നിറയെ ഇഞ്ചി പെട്ടിയിലാക്കിയിട്ട് ഒരു ഇന്ത്യൻ രാജാവ് പുണ്യ നബിയെ കാണാൻ പോയി. 21 പെട്ടി നിറച്ച് കെട്ടി ഇഞ്ചി. എന്നിട്ട് പുണ്യ നബിയെ കാണാൻ പോയി. ആരായിരിക്കും ആ രാജാവ് എന്ന കാര്യത്തിൽ വലിയ ചർച്ച നടന്നിട്ടുണ്ട്.
ജാഅ മലികും മിനൽ ഹിന്ദ് ഇലാ റസൂലില്ലാഹ് വമഅഹു ശൈഉൻ മിനൽ സഞ്ചബീൽ. ഇഞ്ചി സുന്ദൂക്ക് നിറയെ ഇഞ്ചി കെട്ടിയിട്ട് 21 പെട്ടി നിറച്ച് ഇഞ്ചിയും കൊണ്ടുപോയി ഒരു രാജാവ്. ഇന്ത്യയിൽ നിന്ന് പോയി ഒരു രാജാവ് പുണ്യ നബിയെ തേടിപ്പോയി. രാജാവ് പുണ്യ റസൂൽ. ആരാ രാജാവ്? ലോഗൻ സാഹിബിന്റെ മലബാർ മാനുവലിൽ പറയുന്നു ആ രാജാവ് ചേരമാൻ പെരുമാളാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പോകാനൊരു കാരണമുണ്ട്. ചന്ദ്രൻ പിളർന്നു നിൽക്കുന്നത് രാജാവ് നേരിട്ട് കണ്ടു. നായാട്ടിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. നായാട്ടിന്റെ വേളയിൽ ചന്ദ്രൻ പിളർന്നു നിൽക്കുന്നത് രാജാവ് കണ്ടു. രാജാവിന് അത്ഭുതമായി. ചന്ദ്രൻ പിളർന്നിട്ട് 2 പിളർപ്പുകൾ അനവധി പ്രദേശങ്ങളിലേക്ക് അനവധി ദൂരേക്ക് മാറിയിട്ട് 2 പിളർപ്പ് പിളരുകയും പിന്നെ 2 പിളർപ്പും കൂടി ഒന്നാകുകയും ചെയ്ത മഹാത്ഭുത സംഭവം രാജാവ് കണ്ടു. പിന്നെ രാജാവ് അതേക്കുറിച്ച് ജ്യോത്സ്യന്മാരോട് അന്വേഷിച്ചു. വലിയ ജ്യോതിഷികൾ ഉണ്ടായിരുന്നു രാജസ്ഥാനത്തിന്റെ കീഴിൽ. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് വണിക്കുകളായ അറബികൾ വന്നത്. വണിക്കുകളായ അറബികൾ കൊടുങ്ങല്ലൂരിൽ വന്നു. അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നബി വന്നിട്ടുണ്ട്. നബി ചന്ദ്രൻ പിളർത്തി പുണ്യ റസൂൽ. അപ്പോൾ പിന്നെ ഉത്കടമായ മോഹമായി നബിയെ കാണാൻ. എന്തു ചെയ്യുമെന്നറിയാതെ താൻ തപസ്സനുഷ്ഠിച്ചു. 10 ദിവസം ഒറ്റയ്ക്കിരുന്നു ഏകാന്തതയിൽ. 10ാം നാൾ ഇറങ്ങി വന്ന തീരുമാനം രാജ്യസഭയെ അറിയിച്ചു. രാജ്യം തൻ്റെ ചാർച്ചക്കാർക്ക് നൽകി. അറബ് നാട്ടിലേക്ക് പോയി. 10 ദിവസമാണ് ഏകാന്തതയിലിരുന്നത്. അതാണ് പിന്നെ ഓണത്തിന്റെ അടിസ്ഥാനം എന്നും വില്യം ലോഗൻ പറയുന്നുണ്ട്. തപസ് തുടങ്ങിയ നാൾ അത്തമായിട്ടും പിന്നെ പുറത്തിറങ്ങി വന്നിട്ട് തൻ്റെ തീരുമാനം അറിയിച്ച നാൾ ഓണമായിട്ടും ആഘോഷിക്കപ്പെട്ടു എന്നാണ്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ രാജാവ് ചേരമാൻ പെരുമാൾ ആയിരിക്കും എന്ന് അനുമാനിക്കപ്പെടുന്നു. പിന്നെ ഇഞ്ചി പെട്ടിയിൽ കെട്ടിയിട്ട് പുണ്യ റസൂലിനെ കാണാൻ പോയി. സ്വന്തം അറബികൾക്ക് വലിയ ഇഷ്ടപ്പെട്ടതാണ് ഇഞ്ചി. يسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا. സ്വർഗത്തിൽ ഇഞ്ചിയിട്ട പാനീയം കൊടുക്കുമെന്നാണ് ആയത്ത്. അത് അറബികൾ പ്രത്യേകം സന്തോഷിക്കും. കാരണം ഇഞ്ചി എന്ന് പറഞ്ഞാൽ അറബികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചി ഖുർആൻ പറഞ്ഞ സുഗന്ധവ്യഞ്ജനമാണ്. ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا. അല്ലാഹു അതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ മനുഷ്യനാണ് പല നാടുകളിൽ നിന്നും സഹാബികൾ വന്ന് ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നാട്ടിൽ നിന്ന് പോയിട്ട് നബിയുടെ സവിധത്തിൽ ചെന്ന് ഇന്ത്യ പോലത്തെ ഒരു നാട്ടിൽ നബിയുടെ അരികിൽ പോയി സഹാബിയായ ചരിത്രം വേറെ ഇല്ല. അത് കേരളത്തിലെ ചരിത്രമാണ്. ആ മനുഷ്യൻ പിന്നെ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു എന്നാണ് ഒരഭിപ്രായം. അബ്ദുറഹ്മാൻ എന്ന പേര് സ്വീകരിച്ചു എന്നും അഭിപ്രായമുണ്ട്. ചിന്തിക്കുക. അല്ലാഹു ഈ നാട്ടിൽ നൽകിയ മഹത്വമാണ്. ഈ നാടൊരു വല്ലാത്ത നാടാണ്. കേരളം ഒരു വല്ലാത്ത നാടാണ്. വല്ലാത്തൊരു ഖൈറുള്ള നാടാണ്. ഈ ഖൈർ അല്ലാഹു നിലനിർത്തട്ടെ. പിന്നെ ഇവിടെ അനവധി ആളുകൾ വന്നിട്ടുണ്ട്. ലോകത്ത് അറിയപ്പെട്ട മഹാന്മാരൊക്കെ ഈ നാടിനെ പറ്റി കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. ലോകത്തെ ദീൻ നിലനിൽക്കുന്ന അടിത്തറയാണല്ലോ അഹ്ലു ബൈത്തി റസൂലില്ലാഹ്. തറക്തു ഫീകും അംറൈൻ ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വഇത്റതി ഖാല റസൂലുള്ളാഹി. ഞാൻ നിങ്ങളിൽ 2 കാര്യം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഖുർആൻ, ഒന്ന് എൻ്റെ കുടുംബം. ഒരു ഹദീസിൽ ഖുർആൻ എൻ്റെ സുന്നത്ത്, ഒരു ഹദീസിൽ ഖുർആനും എൻ്റെ കുടുംബവും. അങ്ങനെയാണ് പുണ്യ റസൂലിൻ്റെ കുടുംബം. ശരിക്കും തുറക്കും മോനെ.
വെറുതെ കുറെ സാധനം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഓക്കെ, വളരെ ചിന്തിക്കണം, വളരെ മനസ്സിലാക്കണം. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചിന്തിക്കണം. എന്താണ് ഈ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് ചിന്തിക്കണം. കേരളം അല്ലാഹുവിൻ്റെ വലിയ ഖൈറുള്ള ഒരു നാടാണ്. ആ അഹ്ലു ബൈത്ത് ലോകത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ആളുകൾ അഹ്ലു ബൈത്താണ്. റസൂലുള്ളാഹിയുടെ ദീന നിലനിർത്തുന്നതിൽ പ്രധാനികൾ അഹ്ലു ബൈത്താണ്. ആ അഹ്ലു ബൈത്ത് ഏകദേശം കബീലക്കാരെല്ലാം കേരളത്തിൽ വന്നിട്ടുണ്ട്. അഹ്ലു ബൈത്തിൻ്റെ യാത്ര തന്നെ ഇങ്ങനെയാണ്. മദീന, ബസ്വറ, തരീം, കേരളം, ഏകദേശം കബീലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ കറിയയിലും ഗ്രാമങ്ങളിലും അഹ്ലു ബൈത്തുണ്ടല്ലോ കേരളത്തിൽ. ഓരോ ഗ്രാമത്തിൽ എന്ന് പറയും അത്ര വിശാലമായിട്ട്. പ്രത്യേകിച്ച് മലബാറിൽ എവിടെയും അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യം കാണും. കിതാബുല്ലാഹി വഇത്റതി കിതാബുല്ലാഹി വഇത്റതി ഖാല റസൂലുള്ളാഹി. എൻ്റെ കുടുംബം വലിയ വിഷയമാണ്. അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹിയുടെ കുടുംബത്തിലെ ഏകദേശം കബീലകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ചിന്തിക്കുക. അങ്ങനെയാ 18ാമത്തെ പൗത്രനായ ഖുത്ബ് സുൽത്താൻ അസ്സയ്യിദ് ഇബ്രാഹിം ബാദുഷാഹിൽ ഇർവാടി കണ്ണൂരിൽ കപ്പലിറങ്ങിയിട്ട് കോഴിക്കോട്ടിലൂടെ നടന്നു പോയ. പിന്നെ അവർ മധുരയും കടന്നു പോയിട്ട് ഏർവാടിയിൽ താവളടിച്ചു. ചിന്തിക്കേ, നിങ്ങൾ ചിന്തിക്കണം. ലോകത്തിന്റെ നാനാഭാഗത്തും അറിയപ്പെട്ട കബീലകളിൽ അനവധി കബീലക്കാരായ അഹ്ലു ബൈത്ത് ഇവിടെ വന്നു. പിന്നെ ലോകം മുഴുവനും അറിയപ്പെട്ട പണ്ഡിതന്മാരും ഇവിടെ ഉണ്ടായി. വേറെയുള്ള നാട് പോലെയല്ല ഈ നാട്. ലോകം അറിയപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായി. പൊന്നാനിയിൽ കടന്നുറങ്ങുന്ന മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു അവർ വഫാത്തായിട്ട് 504 കൊല്ലമായി. അവരാരായിരുന്നു? അക്കാലത്ത് അവരെ വെല്ലുന്ന ആളുകൾ ചരിത്രത്തിൽ ഉണ്ടായിരുന്നോ എന്ന് സംശയം. അത്രയും മഹാനാണ് ലോകത്ത് മഖ്ദൂമുൽ കബീർ അൽ മഅബരി ഉറക്കപ്പറ. ചെറിയ ആളില്ല. ചിന്തിക്കണം. അവർ വലിയ ആലിമായിട്ട് കേരളത്തിൽ നിന്ന് പിന്നെ പഠിക്കാൻ ഹറമിലേക്ക് പോയി. കഅബാലയത്തിന്റെ തൊട്ടടുത്തിരുന്ന് 10 കൊല്ലം പഠിച്ച് മഖ്ദൂമുൽ കബീർ. കേരളത്തിലെ വലിയ ഇൽമ പഠിച്ചത് പിന്നെ മക്കത്ത് പോയി ഉപരിപഠനം 10 കൊല്ലം. എത്ര? 600ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ്. 600ഓളം 550 കൊല്ലങ്ങൾക്ക് മുന്നേ പറയാം. ചിന്തിക്കും. പിന്നെ ബഹുമാനപ്പെട്ടവർ മിസ്റിൽ പോയി. മിസ്റിൽ അവർ 7 കൊല്ലവും പഠിച്ചു. ആരാണ് അവിടുത്തെ ഉസ്താദ്? സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉസ്താദാണ്. തിരിച്ചു വന്നിട്ട് അനവധി കിതാബ് എഴുതി. അവരെഴുതിയ ഒരു കിതാബാണ് മൻഖൂസ് മൗലൂദ്. അന്തതതുലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അൻത ഉമ്മുൻ അമാബു മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي ارتكبت على الخطا غير حصر وعدم لك أشكو فيه يا سيدي خير النبي الصلاة على النبي അബ്താഹി വൽ ഹബീബിൽ അറബി. അവരെഴുതിയതാണ്. ചിന്തിക്കണം. അവരക്കാലത്ത് ഹറമിലെ പ്രധാനപ്പെട്ട ആലിമായിരുന്നു. ഹറമിൽ അവരുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഇമാമത്ത് നിൽക്കാൻ ധൈര്യമുള്ളവർ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അത്രയും മഹാന്മാരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട മഖ്ദൂമുൽ കബീർ അൽ മഅബരി. കേരളത്തിന് സംഭാവനയാണ്. ചിന്തിക്കും. പിന്നെ ഇവിടെ മഖ്ദൂമുസാനി അവരുടെ പേരമകനായ മുഹമ്മദ് അൽ ഗസാലിയുടെ മകൻ ആണ് ബഹുമാനപ്പെട്ട മഖ്ദൂമുസാനി. ഫത്ഹുൽ മുഈൻ എഴുതിയ മഖ്ദൂമുസാനി. ഇപ്പോൾ
വടകരക്കപ്പുറം കുഞ്ഞിപ്പള്ളിയിൽ കിടക്കുന്ന മഖ്ദുമുസ്സാനി അവരും ഹറമിൽ പോയി പഠിച്ച മഹാനാണ്. ചിന്തിക്കണം, അവരൊക്കെ വലിയ നിപുണന്മാരായ പണ്ഡിതന്മാരായിരുന്നു. കേരളത്തിൽ നിന്ന് ലോകത്തിലേക്ക് വന്ന സംഭാവനകളാണ്. കേരളം എന്നതൊരു നിസ്സാരപ്പെട്ട നാടല്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. കേരളത്തിലെ ദീൻ എന്നത് വല്ലാത്തൊരു സംഭവമാണ്. ലോകത്ത് ദീൻ പഠിപ്പിച്ച മഹാന്മാർ ഈ നാട്ടുകാരാണ്, അനവധി മഹാന്മാർ. നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ടവർ മഖ്ദുമുസ്സാനിയാണ്. ഫത്ഹുൽ മുഈൻ കിതാബുൻ ശഅനുഹു അജബു. വിശ്വോത്തര ഗ്രന്ഥമായ ഫത്ഹുൽ മുഈൻ എഴുതിയത് മഖ്ദുമുസ്സാനിയാണ്. കേരളക്കാരൻ, മലപ്പുറം ജില്ലക്കാരൻ, ജന്മം കൊണ്ട് മലപ്പുറം ജില്ലക്കാരൻ. ഒരു നിലക്ക് പാപ്പ മലപ്പുറം ജില്ലക്കാരൻ, ഉമ്മ കോഴിക്കോട് ജില്ലക്കാരൻ. അവരാണ് മഖ്ദുമുസ്സാനി. അവരാണ് ഫത്ഹുൽ മുഈൻ എഴുതിയത്. ലോകത്തെ യൂണിവേഴ്സിറ്റികളിൽ, ഏകദേശം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളിൽ ഇന്നും പാഠപുസ്തകമാണ് ഈ ഗ്രന്ഥം. ഇന്നും എഴുതിയിട്ട് 500 കൊല്ലത്തോളായി. ചിന്തിക്കണം. ലോകം കണ്ട അനവധി ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായി. ഇവിടെയുള്ള ആലിമീങ്ങൾ ദർസ് കാണാൻ വേണ്ടി ലോകത്തെ അനവധി പണ്ഡിതന്മാർ കൗതുകം കൊണ്ട് ഇവിടെ വന്നു. അതിൽപ്പെട്ട ആളാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. മിൻഹാജിന് 10 വാള്യങ്ങളിലൂടെ വ്യാഖ്യാനം എഴുതിയ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിന്റെ കർത്താവായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ കേരളത്തിന്റെ ദർസ് കാണാൻ വേണ്ടി പൊന്നാനിയിൽ കപ്പലിറങ്ങിയ ആളാണ്. കാരണം കേരളം എന്ന് പറഞ്ഞ വല്ലാത്ത നാടാണ്. അത് കാണാൻ വേണ്ടി ഇബ്നു ഹജർ തങ്ങൾ പൊന്നാനിയിൽ വന്നു. ഇബ്നു ഹജർ എന്നൊക്കെ പറഞ്ഞ ഉറക്കപ്പുറം ഭയങ്കര ആളുകളാണ് കേരളത്തിൽ വന്നിട്ടുണ്ട്. പൊന്നാനിക്കാർ കടപ്പുറം മുതൽ വെള്ള വിരിച്ചിട്ട് സ്വീകരിച്ചു കൊണ്ടുപോയി എന്നാ ചരിത്രം. പൊന്നാനിപ്പള്ളിയിൽ ദിവസങ്ങളോളം പാർത്തു. അക്കാലത്ത് ചാലിയത്തുണ്ടായ ഒരു പ്രശ്നത്തിന് അവർ കൊടുത്ത ഫത്വ ഇപ്പോഴും ചാലിയത്തെ കുത്തുബ്ഖാനയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ കൊടുത്ത ഫത്വ റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിക്കണം, ഈ നാട് എന്ത്. അനവധി മശായിഖന്മാർ, ആരിഫീങ്ങൾ ഇവിടെ വന്നു, സയ്യിദന്മാർ വന്നു, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ വന്നു. വല്ലാത്ത ഒരു നാടാണ് ഈ നാട്, വല്ലാത്ത നാടാണ്. ചിന്തിക്കണം. ഒരു അഭിപ്രായം നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞാൽ ലോകം അത് ചെവിക്കൊള്ളുന്ന ചരിത്രമാണ്. 1400 കൊല്ലത്തെ ഇസ്ലാമിക കേരളത്തിന്റെ ചരിത്രം. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തട്ടെ. സംശയം വേണ്ട, സംശയം തന്നെ വേണ്ട. നോക്കൂ, പള്ളികൾ വരെ മുകളിൽ തട്ടുണ്ടാക്കിയ രൂപത്തിലാണ് കേരളത്തിലെ പള്ളിയുടെ വള. അങ്ങനെയാണ് ഈ രൂപത്തിൽ വള പള്ളികൾക്കുള്ളത് ഇറാഖിലും യമനിലുമാണ്. ലോകത്തെ ഏറ്റവും ദർസ് നടന്ന നാട് ഒന്ന് ഇറാഖും ഒന്ന് യമനുമാണ്. പള്ളിയുടെ മുകൾ തട്ട്. എന്തിനാ മുകൾ തട്ടിൽ ഈ സൗകര്യം ചെയ്യുന്നത്? നല്ല അതും സാധാരണ നിലക്കല്ല, മരം ഇട്ട് തൂർത്ത് ഇഷ്ടം പോലെ മരം വെച്ചിട്ട് ആണ് പള്ളിയുടെ മുകൾ തട്ടുണ്ടാക്കുക. അതെന്തിനാ? ചൂട് കുറക്കാൻ. എന്തിനാ ചൂട് കുറക്കണത്? ദർസിൽ ഓതി പഠിക്കുന്ന അനവധി ആളുകളുണ്ടാവും. ഈ സമ്പ്രദായം ഇറാഖിലും യമനിലുമാണുള്ളത്. പിന്നെ അത് കൂടുതലുള്ളത് കേരളത്തിലാണ്. ദർസ് നമ്മൾ ചിന്തിക്കണം. ബഗ്ദാദിൽ ദർസ് നടന്നിരുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളത്തിൽ ദർസ് നടന്നിരുന്നു. ചിന്തിക്കുക. സിറിയയിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയിരുന്ന കാലഘട്ടത്തിൽ അറബിക്കടൽ തീരത്തുള്ള പല പള്ളികളിലും ദർസ് നടത്തിയിരുന്നു കേരളത്തിൽ. ചിന്തിക്കുക. ഇബ്നു ഹജർ തങ്ങൾ മക്കയിൽ ദർസ് നടത്തിയിരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ ദർസ് നടന്നിരുന്നു. ചിന്തിക്കുക. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇമാം റാഫിഇയെ പോലെയും ഇമാം നവവിയെ പോലെയും ഉള്ള ആളുകൾ ദർസ് നടത്തിയിരുന്ന കാലഘട്ടത്തിലും കേരളത്തിൽ ദർസ് നടന്നിരുന്നു. കേരളത്തിൽ ദർസ് ഇല്ലാത്ത കാലം ഉണ്ടായിട്ടില്ല. പള്ളി, ദർസ് എല്ലാം
അല്ലാഹു ഈ നിഅമത്ത് നിലനിർത്തി തരട്ടെ, അല്ലാഹു നിലനിർത്തി തരട്ടെ. ഞാനിത് നീട്ടി പറയുന്നില്ല, ഇവിടുത്തെ കാര്യം അങ്ങനെയാണ്. പിന്നെ ആവറേജ് ജനങ്ങൾക്ക് ദീനി ബോധം, ആവറേജ് ബോധം എല്ലാവർക്കും ഉണ്ടാവും. അതിനാണ് 10 കിതാബ് എഴുതിയത് മഖ്ദൂമുൽ കബീർ. 25ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് മഖ്ദൂമുൽ കബീർ. അതിൽപ്പെട്ട ഒരു കിതാബ് മങ്കൂസാണ്, ഒരുപ്പെട്ട കിതാബാണ് 10 കിതാബ്. 10 കിതാബ് ഏകദേശം എല്ലാ ആളുകളും ഓതിയിരുന്ന ഒരു കാലത്ത്. മദ്രസയൊക്കെ ഇപ്പോഴല്ലേ വന്നത്, അതിന് മുമ്പ് പ്രധാനപ്പെട്ട ദീനി മാർഗം 10 കിതാബാണ്. അതുകൊണ്ട് എന്തുണ്ടായിരുന്നു, അമലുകളിലെ ഷർത്ത് ഫർള് കൃത്യമായി പഠിക്കാനും അഖീദകളിലെ ഒരു കൃത്യമായ സുലൂക്ക് രീതി മനസ്സിലാക്കാനും ആ കാലം ആ പഠിപ്പ് ഉപകരിച്ചിരുന്നു. അതുകൊണ്ട് ആവറേജ് ദീനുണ്ടായിരുന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ, അവരൊക്കെ പറ അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റു നാട്ടുകാർ, എൻ്റെ വല്യുപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബോംബെ മുസാഫിർ ഖാന വഴിയായിട്ട് പഴയ കാലത്ത് ഹജ്ജിന് കൊണ്ടുപോയിരുന്നു. അങ്ങനെയൊന്നും ഹജ്ജിന് പോയിരുന്നു. അന്ന് ബോംബെ മുസാഫിർ ഖാന വഴി ഹജ്ജിന് പോകുമ്പോൾ UP യിൽ നിന്നും MP യിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്ന ഹാജിമാർക്ക് ഹജ്ജ് ക്ലാസ് എടുക്കൽ ഒരു പ്രത്യേക ഹജ്ജ് ക്ലാസ്സാണ്. അവർ ഹജ്ജ് ക്ലാസ് എന്നാൽ ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കലാണ്. കാരണം അവർക്ക് ഫാത്തിഹ സൂറത്ത് പോലും അറിയില്ല. UP യിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നൊക്കെ വന്നിട്ടുള്ള മുസ്ലിമീങ്ങളും പൈസക്കാർ ഹജ്ജിന് പോകുമ്പോൾ ഫാത്തിഹ സൂറത്ത് എങ്കിലും പഠിക്കും. അതേ അവർക്ക് പഠിക്കാൻ, അന്ന് അവർ ഫാത്തിഹ സൂറത്ത് പഠിക്കും. കേരളം അങ്ങനെയല്ല. കേരളത്തിൽ ഒരു കുട്ടിക്ക് സംസാരിക്കാനായാൽ അവർക്ക് ഇൽമു പഠിയും, ഫാത്തിഹ അറിയും, യാസീൻ ഓടിയും, അമ്മ ജുസെങ്കിലും തബാറക്കത്ത് താഴെ കാണാതെ പഠിക്കും. ഇതൊക്കെ ആവറേജ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. എല്ലാം പിന്നെ അദ്കാറുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ എല്ലാവരും ഹദ്ദാദ് ചൊല്ലിയിരുന്നു. അല്ലെങ്കിൽ ഇശ നിസ്കരിച്ച ഉടനെ, അല്ലെങ്കിൽ ഇശാന്റെ ബാങ്ക് കൊടുത്ത് തൊട്ട് മുമ്പ്, പുരകളിൽ മഗ്‌രിബിന് ശേഷം ഇത് ചൊല്ലിയിരുന്നു. എല്ലാവരും ഏകദേശ വീടുകളിൽ ഹദ്ദാദ് ചൊല്ലിയിരുന്നു. എല്ലായിടത്തും മുസ്ലിമീങ്ങൾ അതൊക്കെ കൃത്യമായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നൂറുകണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ ആയിരക്കണക്കായ കൊല്ലങ്ങളായി കേരളത്തിലുണ്ട്, ഇന്നുണ്ട്. ഒരു ദിവസം 100, 200, 1000 അതിൻ്റെ ഏറെ ഒക്കെ സ്വലാത്ത് റസൂലുള്ളാഹിക്ക് ചൊല്ലും. ഇന്നും അന്ന് തുടങ്ങിയത് അന്നും. അതില്ലാത്തൊരു കാലം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1400 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കേരളത്തിലൊരു കൊടുങ്കാറ്റ് ഉണ്ടായിട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആന്ധ്രയിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്. 1400 കൊല്ലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഒരു ഭൂമികുലുക്കം, മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു ഭൂമികുലുക്കം ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ പല നാട്ടിലുണ്ടായിട്ടുണ്ട്. അമേരിക്കയിലുണ്ടായിട്ടുണ്ട്, യൂറോപ്പിലുണ്ടായിട്ടുണ്ട്, ചൈനയിലുണ്ടായിട്ടുണ്ട്, തുർക്കിയിലുണ്ടായിട്ടുണ്ട്. കേരളത്തില്ല. ഒരു നിലക്ക് നോക്കിയാൽ കേരളത്തിലാണ് ഉണ്ടാകേണ്ടത്. കാരണം കടലിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ്. കാറ്റം കൊണ്ടടിച്ചാൽ ഒരു പരിഹാരമില്ല. സഖ്യപർവ്വതം കൊണ്ട് കാറ്റ് തടയുകയാണെങ്കിൽ തടയുക തമിഴ്നാട്ടിൽക്കാണ്. കേരളത്തിൽ ഒരു നിർവാഹമില്ല, അടിച്ചാൽ കയറും. മാമിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹറു യുശ്രിഖു ഫിഹാ സലാസ മറാത്തിൻ എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാത്രിയും അള്ളാഹു എന്നോട് കടൽ ചോദിക്കും, ഞാൻ കരയിലേക്കൊന്ന് കയറട്ടെ. 3 വട്ടം ചോദിക്കുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാത്രിയും കടൽ അള്ളാഹിനോട് ചോദിക്കും, ഞാൻ കരയിലേക്കൊന്ന് കയറട്ടെ, കരയിലുള്ള ആളുകൾ ഞാൻ ശരിയാക്കട്ടെ എന്ന് 3 വട്ടം ചോദിക്കും എന്ന് പുണ്യ റസൂൽ. ഈ 1400 കൊല്ലത്തിനുള്ളിൽ കടൽ ഇങ്ങോട്ട് കയറിയിട്ടില്ല. സുനാമി കൊണ്ട് സുമാത്രയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നിസ്സാരം ഒന്നുമില്ല. ഇത് കേരളമാണ്. എന്തേ? وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. നബിയെ, ഒരു ജനതയിൽ അങ്ങുണ്ടെങ്കിൽ ആ ജനതക്ക് ശിക്ഷയുണ്ടാവില്ല. നബിയെ, ഒരു ജനതയിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് കൃത്യമായി ചെല്ലുന്ന ജനങ്ങൾ ഉണ്ടെങ്കിലും ആ ജനതക്ക് ഭൗതികമായ ശിക്ഷ ഉണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ. സൂറത്തുൽ അംഫാലിലെ 33-ാമത്തെ ആയത്താണ്. ചിന്തിക്കണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 100 വട്ടെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ലക്ഷക്കണക്കായ ആളുകൾ കേരളത്തിൽ ഇന്നുണ്ട്. ലക്ഷക്കണക്കായ ആളുകൾ. എന്ന് മുതൽ? റസൂലുള്ളാഹിന്റെ കാലം മുതൽ. ഉറക്കപ്പറ പുണ്യ റസൂൽ. ആ ജനതയിൽ കൊടുങ്കാറ്റ് ഉണ്ടാവില്ല. ഖുർആൻ പറഞ്ഞല്ലേ, ഒരു ജനതയിൽ നബി ഉണ്ടെങ്കിൽ ആ ജനതക്ക് ശിക്ഷ ഇറങ്ങൂല. ഇസ്തിഗ്ഫാർ കൃത്യമായി ചെല്ലുന്ന ആളുകളുണ്ടെങ്കിലും ആ ജനതയിൽ അള്ളാഹുവിന്റെ ശിക്ഷ. മനസ്സിലായില്ലേ? ഒരു ജനതയിൽ നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ജനതക്ക് അള്ളാഹിന്റെ ശിക്ഷ ഉണ്ടാവില്ല, ഇറങ്ങൂല. കൊടുങ്കാറ്റുണ്ടാവില്ല, ഭൂമി ഉൽക്കുണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഒരു ജനത കൃത്യമായി എന്ത് ചെല്ലുക എന്തില്ല? അസ്തഗ്ഫിറുല്ലാഹ്. സൂറത്തുൽ അംഫാലിലെ 33-ാമത്തെ ആയത്താ. ഖുർആനല്ലേ? ഖുർആൻ ലോകത്തെ ഏറ്റവും വലിയ സത്യമല്ലേ? ഇത് കളവല്ലല്ലോ. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. ഇസ്തിഗ്ഫാർ ഉള്ള ഒരു ജനത ഇവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. എൻ്റെ കയ്യിൽ ഒച്ചല്ലാത്തതുകൊണ്ടാണ്. ഇസ്തിഗ്ഫാർ കൃത്യമായി ചെയ്യുന്നവർ ചെല്ലുന്ന ഒരു ജനത ഉണ്ടെങ്കിൽ ആ ജനതക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങൂല എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ബോധം തരട്ടെ. ഒക്കെ പറ, അള്ളാഹു ബോധം തരട്ടെ. കുട്ടിയെ, നീ എന്താ ഇത് ഞാൻ പഠിക്കാത്തത്? ഈ 2 മാസം മുമ്പ് വരെ കൊടുങ്കാറ്റുണ്ടായില്ലേ? എവിടെ പറയ? തമിഴ്നാട്ടിലുണ്ടായില്ലേ? എത്ര ആൾക്ക് ആശപ്പെട്ടി. ആന്ധ്ര, ഒറീസ എന്നൊക്കെ പറഞ്ഞാൽ എന്നും കാറ്റ്, വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഭൂമി ഉൽക്കം. ഗുജറാത്ത് എവിടെയും അതാ പ്രശ്നം. നമുക്കൊന്നുമില്ല. ഒരു യുദ്ധം വന്നാൽ ഇവിടേക്ക് എത്തില്ല, ഒരു ഭൂമി ഉൽക്ക ഇവിടെ ഇല്ല, ഒന്നുമില്ല. ഇവിടെ അങ്ങനെ പോത്തിറച്ചി നിന്നാണ് അങ്ങനെ കഴിഞ്ഞു പോകുന്നത്. സുഖം വന്നതാണ്. അങ്ങനെയാണ്. വെള്ളിയാഴ്ച ഞായറാഴ്ച നല്ല പോത്തിനെ ഇറക്കും, അതും തിന്ന് അങ്ങനെ കഴിഞ്ഞു കൂടുന്നത് നാടാണ്. അങ്ങനെ അത് തന്നെ ദുനിയാവിൽ ഇത്ര നല്ലൊരു നാടുണ്ടാവില്ല. നിങ്ങൾ പറയ കുട്ടികളെ, ഇത് നേരല്ലേ? ചിന്തിക്ക്. ഭയങ്കര സുരക്ഷിത, ഒന്നുമില്ല, ഒരാപത്തുമില്ല, ഒന്നുമില്ല. ഇത് ഖുർആനിന്റെ സത്യസാക്ഷിയാണ്. പല നാടുകളിലും മനുഷ്യന്മാർക്ക് കിടന്നുറങ്ങാൻ സമാധാനം ഉണ്ടോ? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ. അള്ളാഹു ഈ നിഅമത്ത് നിലനിർത്തട്ടെ. ഏറ്റവും വലിയ നിഅമത്ത് സലാമത്താണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക. സമാധാനത്തിനേക്കാൾ വലിയ നിഅമത്തില്ല. പള്ളിയിൽ വിശക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിഹരിക്കുക. സമാധാനക്കേട് വന്നാൽ പിന്നെ നിർവാണ്ടാവില്ല. പള്ളിയിൽ പള്ള അറിഞ്ഞിട്ട് കാര്യമല്ല, സമാധാനക്കേട് ഉണ്ടായി. പള്ളിയിൽ പയക്കണുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, സമാധാനം ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് സമാധാനം തരട്ടെ. ലോകത്ത് സമാധാനമുള്ള നാടുതാ. നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾ ലോകത്തൊരു അറബ് നാട്ടിൽ പോയിട്ടൊരു വയറിൽ പറയണമെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയാം. എത്ര ആളെ സമ്മതമാകണം. സമയത്രേ എത്രേ വേറെ എത്രേ അത്രയൊന്നൊരു സമയമല്ല. ഈ 10 മണിക്ക് മൈക്ക് ഓഫ് ആക്കണം എന്നാണ് നിയമം. പോലീസുകാർ വന്നൊന്ന് ചവിട്ടിയിട്ട് വയറിലാണെന്നാണ്ട പോകും. സാരല്ല പറഞ്ഞിട്ട് വയറിലാണ്. അതിൽ നന്മ പറയുന്നു പോലീസുകാർക്ക് അറിയും. എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ. വളരെ നേരം വൈകിട്ട് പോലീസ് വന്ന് 2 മണിക്കൊക്കെ വയറിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് വയറിൽ കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് ഒരു മര്യാദ പറഞ്ഞിട്ടുണ്ട്. പറ്റ നേരം വൈകിയത് കൊണ്ടാണ് ഒന്ന് വന്നത്, നിങ്ങളൊന്നും വിചാരിക്കരുത് എന്ന് എന്നോട് പോലീസുകാർ ഇങ്ങോട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് പോകും പോലീസുകാർ ഇങ്ങോട്ട് മാപ്പ് പറയാം. വയറിൽ 2 മണി വരെ നീളുക, എന്നിട്ട് എന്നോട് മാപ്പ് പറയാം, നിങ്ങളൊന്നും വിചാരിക്കരുത്, നമ്മൾ പറ്റ നേരം വൈകിയാകുമ്പോൾ നമുക്കൊന്ന് അന്വേഷിക്കൽ നമ്മളൊരു കടമയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയാം പോലീസ്. ഇത് കേരള. ഇന്ന് ഈ പോയിട്ട് സൗദി അറേബ്യയിൽ ഒരു വെള്ളം അറിയാം ഇങ്ങനെ എവരറിയും. ഇത് കേരള, ഇത് കേരള. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തട്ടെ. ഇപ്പൊ ഒരു മോട്ടോർ സൈക്കിൾ 1 ലിറ്റർ എണ്ണ പാർന്നു. ഇപ്പൊ ഒരു എണ്ണ പാർന്നു, 1 ലിറ്റർ എണ്ണ പാരും. ആ മോട്ടോർ സൈക്കിൾ എടുത്ത് 1 ലിറ്റർ എണ്ണ പാരാം.
എന്നിട്ട് ആ 1 ലിറ്റർ എണ്ണ അങ്ങോട്ട് തീരുന്നത് ഇടയിൽ 100 വാഴന്റെ സസ്യങ്ങളും നിൽക്കണം. അതേപോലെ 1 ലിറ്റർ 10 ലിറ്റർ എണ്ണ പറഞ്ഞിട്ട് സൗദി അറേബ്യ കുടിച്ചാൽ ഒരു വാഴന്റെ സസ്യമാണ്. ഇത് കേരള, ഇത് നിഅമത്തിന്റെ നാടാണ്. അല്ലാഹു നിലനിർത്തട്ടെ. ഇതിന് നീ ഒന്നും ചെയ്യേണ്ട കുട്ടിയെ, ഇത് ഈ നാശാക്കാതിരുന്നാ മതി. ഇതൊന്നും ചെയ്യണ്ട. കേരളത്തിൽ എന്താ ചെയ്യണ്ട? ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് നാശാക്കാതിരുന്നാ മതി, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ പോയാൽ മതി. ഇത് അല്ലാഹു നിലനിർത്തട്ടെ. ഇങ്ങനെ നാടില്ല. ഇത് പറ, ഇത് വല്ലാത്ത നാടല്ലേ? ഇങ്ങനെ നാടുണ്ടോ ജനങ്ങളെ? ഇത് നാടാണ്. ഇവിടുത്തെ ആലിമീങ്ങളെ എല്ലാവരും ബഹുമാനിക്കുന്നു. ശംസുൽ ഉലമ റഹിമഹുള്ളയുടെ വടി കണ്ടപ്പോൾ സയ്യിദ് അലവി മാലിക് പിടിച്ച് ചുംബിച്ചു പോയി. അവിടുത്തെ വടിക്ക് ചുംബിച്ചു എന്ന ദൃക്സാക്ഷികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കണ്ടോര്, കേട്ടോരല്ല, കണ്ടോര്. യാ സയ്യിദൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നേതാവേ, ആലിമദ് ദുനിയാ, ദുനിയാവിലെ ആലിമേ, യാ ആലിമൽ അറബി വൽ അജം, അറബികളുടെയും അനറബികളുടെയും നേതാവായ പണ്ഡിതരെ എന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമയുടെ വടി പിടിച്ചിട്ട് അറബ് നാട്ടിലെ ആലിമീങ്ങൾ ചുംബിച്ചു പോയി. കണ്ട ദൃക്സാക്ഷികൾ ഇന്നുണ്ട്. അതാണ് കേരളം. കേരളത്തിലെ ആലിമിന്റെ പ്രത്യേകതയാണ് അവരുടെ കഴിവ്, അവരുടെ വഖാർ, അവരുടെ ദീൻ, അവരുടെ ഖുശൂഅ്, അവരുടെ പടച്ചോനെ പേടി, അവർക്ക് ജനങ്ങളിലുള്ള അംഗീകാരം അല്ലാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹു നിലനിർത്തി തരട്ടെ. സത്യല്ലേ, യാഥാർത്ഥ്യല്ലേ? ഇത് കേരളമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ എന്ന വല്ലാത്തൊരു നാട്, ഭയങ്കര. ഞാൻ എൻ്റെ ആയുസ്സിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പല രാജ്യത്തും പോയിട്ടുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചില രാജ്യത്തും പോയിട്ടുണ്ട്. എൻ്റെ ഈ ആയുസ്സിൽ ഇങ്ങനത്തെ ഒരു നാട് എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല, വായിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇതിന് കാരണം ഇവിടെ സ്വഹാബത്ത് ദീൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ പുണ്യനബിയെ കാണാൻ വേണ്ടി ഹബീബിന്റെ ആശിഖായ ഒരു മനുഷ്യൻ, ഹിന്ദുവായ രാജാവ്, പുണ്യനബിയുടെ ആശിഖായ പുണ്യനബിയുടെ സവിധത്തിലേക്ക് പോയി. പുണ്യനബിയുടെ മുന്നിൽ പോയി വിശ്വസിച്ചു. ചേരമാൻ പെരുമാൾ റളിയല്ലാഹു ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരെയും നമ്മയും ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ നാടിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ആ നാടിന് അല്ലാഹു ബർക്കത്ത് കൊടുത്ത്. ഖൈറുല്ലാഹ് എന്ന വാക്കിൽ നിന്ന് അറബികൾ അങ്ങനെയാണ്. മദ്രാശി സംസ്ഥാനത്തിന്റെ തെക്കേ ഭാഗത്തിന്, മദ്രാശി സംസ്ഥാനത്തിന്റെ തെക്കേ ഭാഗത്ത് അറബികൾ വന്നപ്പോൾ ആ നാട്ടിന് അറബികൾ ഖൈറുല്ലാ എന്ന് വിളിച്ചു. ആ ഖൈറുല്ലാ എന്ന വാക്ക് വിളിച്ച് അത് കേരളമായി. അതാണ് ഒരു ചിത്രം. ഖൈറുല്ലാ എന്ന് വിളിച്ച് കേരളമായി. അങ്ങനെ ഇന്ത്യയിലെ മദ്രാശി പ്രവിശ്യയുടെ തെക്കൻ ഭാഗമാകുന്ന ഈ നാട്ടിൽ അറബികൾ വന്നിറങ്ങിയ അനവധി എന്നും വരും. അപ്പോൾ അറബികൾ ഈ നാടിനെ ഖൈറുല്ലാ 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 എന്ന് വിളിച്ച് ഈ നാട് കേരളമായി. ഇവിടുത്തെ പ്രധാനപ്പെട്ട പുഴ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ അറബികൾ നൈൽ നൈൽ എന്ന് വിളിച്ചു. അത് നിളാ നദിയായി. നിള അസ്ലുഹു നൈൽ. അറബികൾ കണ്ട ഏറ്റവും വലിയ പുഴ നൈൽ നദിയാണ്. അവർ കേരളത്തിൽ വന്നപ്പോൾ കണ്ട ഏറ്റവും വലിയ പുഴ ഭാരതപ്പുഴ. അപ്പോൾ ഭാരതപ്പുഴ കണ്ടപ്പോൾ അവർക്ക് നൈൽ നദിയെ ഓർമ്മ വന്നു. അങ്ങനെ ഭാരതപ്പുഴക്ക് അവർ നൈൽ എന്ന് പേരിട്ടു. നൈൽ നൈൽ എന്ന് അറബികൾ വിളിച്ച് അതെന്തായി? നിളയായി. അതാണ് നിള. ഇന്ന് ONV കുറുപ്പും സുഗതകുമാരിയും ഒക്കെ നിളാ നദിയുടെ മേൽ കവിത എഴുതുന്നുണ്ടെങ്കിൽ ആ നിളാ നദി അറബികളുടെ പേരാണ് നൈൽ. ഈ നാട്ടിന് അല്ലാഹു നൽകിയ പ്രത്യേകതയാ. ഇവിടെ മുഴുവനും ഇവിടുത്തെ ഏകദേശം മലയാള പദങ്ങളിലൊക്കെ അറബി കടന്നുകൂടി. പലരും മക്കാനിക്ക് പോവുക അറബിയ, കരാർ എഴുതുക അറബിയ, ഒരു വസിയത്ത് ചെയ്യണം. ഒരു ഗോപാലൻ്റെ അടുത്ത് പോയിട്ട്
ഏതെങ്കിലും ഒരു ആധാരം എഴുതുന്നൊരു ഗോപാലിൻ്റെ അടുത്തൊരു ഹിന്ദുവായ സഹോദരൻ്റെ അടുത്ത് എന്നിട്ട് നിങ്ങളൊരു ആധാരം എഴുതണം. വാപ്പ മരിച്ച് ഇങ്ങനെയെന്ന്. അപ്പോൾ ഉടനെ ചോദിക്കുക നിങ്ങൾ വസിയത്തുണ്ടോ? വാപ്പ വസിയത്തുണ്ടോ എന്നാണ്. വസിയത്ത് തന്നെ ചോദിക്കുക. എന്തേ? അത് വസിയത്തിന് അറബി പദം വസിയത്തായി പോയതാണ്. അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സീറ്റിന് കസേര എന്നാ പറയാ. കുർസി എന്ന വാക്കിന്റെ മറ്റൊരു വാക്കാണ്. എല്ലാം പദങ്ങളിൽ അനവധി പദം അറബീന് വന്നു. അനവധി പദം അറബീന് വന്നു. കരാറ് മുതൽ മക്കാനി മുതൽ കുർസി മുതൽ എല്ലാം ഏകദേശം ഒക്കെ അനവധി പദങ്ങളും അനവധി പ്രയോഗങ്ങളും അറബിയിൽ നിന്ന് വന്നതാ. അറബ് അനവധി കുടുംബങ്ങളുടെ അസുല അറബികളാ. ചില ആളുകളുണ്ടല്ലോ അവരെ പേഴ്സണാലിറ്റി കണ്ടാൽ തന്നെ അറിയാം അസുല അറബിയ. ഹൈ പേഴ്സണാലിറ്റിയുള്ള മനുഷ്യന്മാർ അസുല അറബിയ. എന്തുകൊണ്ട് അവരിവിടെ വന്നു? അവര് നാട്ടിന്റെ ഭാഗമായി. ഇവിടുന്ന് വാസ്കോ ഡി ഗാമ വന്നതുപോലെ കട്ടുകൊണ്ട് പോകാൻ വേണ്ടി വന്നതല്ല, ഈ മണ്ണിന്റെ ഭാഗമാകാൻ വേണ്ടി വന്നതാ. വാസ്കോ ഡി ഗാമ കേരളത്തിൽ വന്നു, സ്വഹാബികളും കേരളത്തിൽ വന്നു. വാസ്കോ ഡി ഗാമയുടെ ഖബർ എവിടെയാ? കേരളത്തിൽ വന്ന സ്വഹാബികളുടെ ഖബർ കേരളത്തിൽ തന്നെയാണ്. വാസ്കോ ഡി ഗാമയുടെ ഖബർ പോർച്ചുഗലില്ല. അയാൾ ഇവിടെ വന്നത് കക്കാൻ വേണ്ടിയാണ്. കട്ടുണ്ടേ ഇവിടെ പോയി ചത്തു. നിങ്ങളിവിടെ ഉണ്ടോ? മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്കണം. വന്ന അറബികൾ സ്വഹാബികൾ അവരിവിടുന്ന് കക്കാൻ വേണ്ടി വന്നവരായിരുന്നില്ല, അവര് മണ്ണിന്റെ ഭാഗമാകാൻ വേണ്ടി വന്നതായിരുന്നു. ഈ മണ്ണിനെ അവർ ആദരിച്ചു, ഈ മണ്ണിനെ ബഹുമാനിച്ചു, ഈ മണ്ണിന്റെ ഭാഗമായി ഇവിടെ മരിച്ചു. അനവധി പള്ളിപ്പറമ്പുകളിൽ അവർ മരിച്ചു കിടക്കുന്നു. ഈ കോഴിക്കോട്ടങ്ങാടിയിലെ അനവധി ഖബർസ്ഥാനുകളിൽ സ്വഹാബികൾ മരിച്ചു കിടക്കുന്നു. അനവധി ചിന്തിക്ക് എന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് ലോകത്തെ ഇസ്ലാമിയത്തിന്റെ തനി സ്വരൂപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേരളത്തിന് തൗഫീഖ് നൽകി. ഇവിടെ കിടയറ്റ ആലിമീങ്ങൾ ഉണ്ടായി, മുത്തഅല്ലിമീങ്ങൾ ഉണ്ടായി, ദീനുണ്ടായി. ദീനിന്റെ അഹ്ലുകാരോട് ബഹുമാനമുണ്ടായി. ഇന്നും ഇവിടുത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ഏറ്റവും ബഹുമാനിക്കുന്ന ആളാരെന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി പറയും സയ്യിദ് ഹൈദർ അലി ശിഹാബ്. കേരളം ഭരിക്കുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും ബഹുമാനിക്കുന്ന ആളാര് എന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജി അല്ല. അയാൾ അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ മാറും. ഇത് മാറൂല. അല്ലാഹു ഇസ്സത്ത്. നിങ്ങളിവിടെ സ്ഥലത്തുണ്ടാ? മനസ്സിലായോ? മനസ്സിലാവണില്ലേ? അതാണത്. കേരളം ഇന്നും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അത് രാജാവ് ഭരിച്ചിരുന്ന കാലത്തും ഇന്ന് ജനാധിപത്യ കേരളത്തിലും ഏറ്റവും ഭരണാധികാരികൾ ബഹുമാനിക്കുന്നത് മുസ്ലിം നേതാക്കന്മാരെയാണ്. ആ ഇസ്സത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. അതിവിടെ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിൽക്കുന്ന ഇസ്സത്താണ്. ഇത് ചെറിയൊരു സംഗതിയല്ല. ചിന്തിക്ക്. പണക്കാട്ടെ പൂക്കോയാകട്ടെ അവരുടെ മക്കളാകട്ടെ മരണപ്പെട്ടുപോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്, ഉമർ അലി ശിഹാബ് അവരായാലും ഇന്ന് ജീവിച്ചിരിപ്പുള്ള അവരുടെ അനുജൻ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് നൂറുകണക്കിന് മഹല്ലുകളുടെ കളിയായ ഹൈദർ അലി ശിഹാബ്, അല്ലാഹുവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആരാണെങ്കിലും ഇവിടുത്തെ ഹിന്ദുക്കളും അടക്കം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ അദ്ദേഹം. ഹിന്ദുവും മുസ്ലിമും തമ്മിൽ നിലനിൽക്കുന്ന ആയിരക്കണക്കായ കൊല്ലത്തെ ബന്ധാണിത്. കേരളത്തിൽ പല നാടുകളിലും വർഗീയ കലാപങ്ങളും കുഴപ്പങ്ങളുണ്ടായി. കേരളത്തിലുണ്ടായിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. കേരളത്തെ നശിപ്പിക്കാൻ അങ്ങനെ പെട്ടെന്ന് ആർക്കും കഴിയില്ല. അല്ലാഹു കാക്കട്ടെ. ഇവിടെ സ്നേഹബന്ധമുള്ള നാടാണ്. ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും അച്ചടക്കത്തിൽ ജീവിക്കുന്ന മണ്ണാണിത്. അയൽ വീട്ടിലെ ഹിന്ദുവിന് പട്ടിണി കിടക്കുന്നുണ്ടോ? രാവിലെയും വൈകുന്നേരവും
മുസ്ലിമായ ഹാജിയാരും മുസ്ലിയാരുടെയും വീട്ടിൽ നിന്ന് അന്വേഷിക്കുന്ന നാടാണ്. എന്തുകൊണ്ട്? ലാ യുഅ്മിനു അഹദുക്കും വഹുവ ശബാൻ വജാറുഹു ജായ ഖാല റസൂലുള്ളാഹി. അയൽക്കാരൻ പട്ടിണി കിടക്കുന്ന നേരത്ത് വയറ് നിറച്ച് കഴിച്ച ഒരാൾ എന്റെ മതത്തിൽപ്പെട്ടവനല്ലെന്ന് പുണ്യ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതായിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിൽക്കുന്ന നാടാണ് കേരളം. ഈ നന്മ ഇവിടെ നശിപ്പിച്ചു പോകരുത്. ഇത് ഇന്ന് വന്ന പുതിയ ചില സംഘടനകൾ ഒരസിയിട്ട് നശിക്കരുത്. അള്ളാഹു കാക്കട്ടെ. ഇത് നമ്മൾ ചിന്തിക്കണം. ആയിരക്കണക്കായ കൊല്ലങ്ങളായി നമ്മളെ നാട്ടിൽ നൽകിയ ഏറ്റവും വലിയ ദാനം ഇതാണ്. ഐക്യം, സ്നേഹം, കരുണ, ബന്ധം. ചിന്തിക്കും, വളരെ നമ്മൾ ചിന്തിക്കണം. സഹകരണം, സ്നേഹം അല്ലേ? അച്ചത്തല്ലേ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിന്റെ മയ്യിത്ത് പാണക്കാട്ട് ഖബർസ്ഥാനിലേക്ക് എടുത്ത നേരത്ത് കേരളത്തിലെ ഏറ്റവും പ്രതിഭാതനായ ഹൈന്ദവ കവിയും സന്യാസിയുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മലപ്പുറത്തെ പച്ചമണ്ണിൽ തളർന്നിരുന്നു പോയി. ഇത് കേരളത്തിന്റെ ഇസ്സത്താണ്. കേരളത്തിന്റെ പുറത്താണെങ്കിൽ പരസ്പരം കൊല്ല നടക്കുകയാണ്. കേരളാണിത്. ഇത് കേരളാണ്. അല്ലാഹു ഈ നന്മ നിലനിൽക്കട്ടെ. ഇതിവിടെ ആയിരക്കണക്കായ കൊല്ലങ്ങളായ സാത്വികന്മാരുണ്ടാക്കിയെടുത്തതാണ്. അത് ഇന്നത്തെ ജനത നശിപ്പിക്കരുത്. നിനക്കും എനിക്കും എന്താ കേരളത്തിൽ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാണ്ടായില്ല. ഇവിടുത്തെ നന്മ നാശാക്കാതിരുന്നാൽ മതി. പടച്ചോൻ ഇത് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് ഇവിടെ ഇന്നലെ വരെ വന്ന വഴിക്ക് നമ്മൾ മുന്നോട്ട് പോകണം. ഇന്നലെ വരെ വന്നൊരു വഴിയുണ്ട്, ആ വഴി തെറ്റ നശിച്ചു. സ്നേഹം, ഐക്യം, ബന്ധം, കരുണ, പഴമ, പാരമ്പര്യം, ഇങ്ങനെയൊക്കെ പലതും. അത് ഇന്നത്തെ പുത്തൻ കുട്ടികൾക്ക് അറിയൂല. അവർ ഖുർആനെയോ ഹദീസിനെയോ തോന്നിയതുപോലെ മനസ്സിലാക്കിയിട്ട് അന്യ സമുദായത്തിന്റെ മേൽ മേക്കെട്ട് കയറുന്നു. അത് തെറ്റാണ്. അത് പറയലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യം. ഒരന്യ സമുദായക്കാരനെയും മേക്കെട്ട് കയറാൻ സമുദായം ദീന് പഠിപ്പിച്ചിട്ടില്ല. തെറ്റാണ്. സമാധാനത്തെക്കാൾ വലിയ അനുഗ്രഹമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം പോലും നിസ്കാരം കഴിഞ്ഞാ പിന്നെ പറയുന്ന വാക്കേതാ? നിസ്കാരത്തിലെ അവസാനത്തെ വാക്കേതാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സമാധാനം എന്ന വാക്കിലാണ് നിസ്കാരം അവസാനിപ്പിക്കുന്നത്. നമസ്കാരത്തിന്റെ അവസാന വാക്കതാ. അത് കഴിഞ്ഞാൽ പിന്നെയും അല്ലാഹുമ്മ അൻതസ്സലാം ومنك السلام وإليك يرجع السلام حينا ربنا بالسلام. അല്ലാഹുവേ നീയാണ് സമാധാനം. അല്ലാഹുവേ നിന്നിൽ നിന്നാണ് സമാധാനം. അല്ലാഹുവേ സമാധാനം ഞങ്ങൾക്ക് നീ തിരുമുൽ കാഴ്ചയായി നൽകുക. അല്ലാഹുവേ സമാധാനത്തിനോട് ഞങ്ങളെ ജീവിപ്പിക്കുക. അല്ലാഹുവേ സമാധാനത്തിന്റെ വീട്ടിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിക്കുക. അല്ലാഹു നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ. ഉറക്കെ പറ, അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം. ഈ നാട്ടിന്റെ പാരമ്പര്യവും പഴമയും ചിന്തിക്കണം. ഈ നാട്ടിന്റെ പഴമ നശിച്ചു പോകരുത്. ഈ നാട് ഇவ்விധം നിലനിന്നത് ആയിരക്കണക്കായ കൊല്ലങ്ങളായ സാത്വികന്മാരുടെ കഷ്ടപ്പാടാണ്. അത് പുത്തൻ കൂറ്റുകാരായ നീയും ഞാനും നശിപ്പിച്ചു കളയരുത്. നശിപ്പിച്ചാൽ പിന്നെ അത് പിന്നെ വീണ്ടെടുക്കാൻ കഴിയില്ല. ഭയങ്കരാണ്. പഴമ നശിക്കുന്നതിനെ പോലെയുള്ളൊരു നാശവുമില്ല. പഴമയുടെ തനിമ നഷ്ടപ്പെട്ടതുപോലെയുള്ളൊരു നഷ്ടപ്പെടലുമില്ല. ഭൗതികത ആർക്കുണ്ടാകാൻ കഴിയും. അതിന് മതവിശ്വാസിക്കൊള്ളമെന്നൊന്നുമില്ല. അത് ആർക്കും കഴിയും. അത് പണമാണ്, അതിന് വിലയൊന്നുമില്ല. ഇന്നീ കാണുന്ന ഈ ഭൗതിക പുരോഗതി പണത്തിൻ്റെതാണ്. അത് വിലയില്ലാത്ത സാധനമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ദാരിദ്ര്യം വരുന്നത് എനിക്ക് ഭയമില്ല. ഞാൻ ഭയപ്പെടുന്നത് സമ്പന്നത അധികരിക്കുകയാണ് എന്ന് പുണ്യനബി. എനിക്കാകെ ഭയമുള്ളത്
സമൂഹത്തിൽ സമ്പത്ത് അധികരിക്കുമ്പോഴാണ് എന്ന് പുണ്യ റസൂൽ. എന്തുകൊണ്ട്? സമ്പത്ത് അധികരിച്ച ജനത സാംസ്കാരികമായി തകർന്നു. ആ തകർച്ചയാണ് ഇന്ന് നമുക്ക് വേണ്ടത്. പിന്നെയോ ധനം അധികരിച്ച ജനതയിൽ ഭിന്നത അധികരിക്കും. ഭിന്നത ചിന്തിക്കും. പുണ്യറസൂലിനെ പറ്റി പുണ്യറസൂലിന്റെ ആയിരക്കണക്കായ വചനങ്ങൾ കൊണ്ട് റിയാദുസ് സ്വാലിഹീൻ എന്നൊരു കിതാബുണ്ടാക്കി സിറിയക്കാരനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അത് പഠിച്ചു. കുഞ്ഞായി മുസ്ലിയാർ 28ാം മഖ്ദൂമിന്റെ ശിഷ്യനായ കുഞ്ഞായി മുസ്ലിയാർ അത് പഠിച്ചപ്പോ കവിയായ കുഞ്ഞായി മുസ്ലിയാർക്ക് അത് പുണ്യറസൂലിന്റെ മഹൽ വചനങ്ങൾ കവിതയാക്കണമെന്ന് തോന്നി. അങ്ങനെ ഈ കവിതകൾ മനോഹരമാ. ഈ വരികൾ പുണ്യ നബിയുടെ മഹൽ വചനങ്ങൾ കേരള ചരിത്രത്തിൽ ആദ്യമായി അത് കവിതാ രൂപത്തിലാക്കി ഹാസ്യ സാമ്രാട്ടാം കവിയുമായിരുന്ന കുഞ്ഞായി മുസ്ലിയാർ റഹിമഹുല്ലാഹ് 600ഓളം വരികൾ കൊണ്ട് മനോഹരമായ തേജസ്സാർന്ന പുണ്യറസൂലിന്റെ വരികളെ മനോഹരമായിട്ട് 600 വരി കാവ്യത്തിൽ കൊണ്ടുവന്നു മഹാനായ കുഞ്ഞായി മുസ്ലിയാർ. പക്ഷെ പ്രസിദ്ധീകരിക്കാൻ പൈസ ഇല്ല. ഇതിൽ ചില വരികൾ മങ്ങാട്ടച്ചനെ ചൊല്ലിക്കേൾപ്പിച്ചു. സാമൂതിരി തിരുമനസിന്റെ മന്ത്രിയായിരുന്നു മങ്ങാട്ടച്ചൻ. സാമൂതിരി തിരുമനസിന്റെ വിദൂഷക മന്ത്രിയായിരുന്നു മങ്ങാട്ടച്ചൻ. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൗതുകം തോന്നി. അദ്ദേഹം സാമൂതിരി തിരുമനസിനോട് പോയി പറഞ്ഞു, നമ്മുടെ കുഞ്ഞായി മുസ്ലിയാര് വലിയൊരു കവിത എഴുതിയിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിക്കാനുള്ള പണം തിരുമനസ് അനുവദിക്കണം. അത് രാജസദസ്സിൽ കൊണ്ടുവന്ന് പാടാൻ കൽപ്പിച്ചു. പാടിക്കെട്ടപ്പോൾ രാജാവിനും വലിയ അത്ഭുതമായി. അങ്ങനെ എന്ത് ചെയ്തു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരക്കണക്കായ ഹദീസുകൾ ഉൾപ്പെടുത്തിയ മനോഹരമായ റിയാദുസ് സ്വാലിഹീൻ മലയാളത്തിൽ കവിതയാക്കിയപ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ പണം വെറുതെ കൊടുത്തത് കോഴിക്കോട്ടുകാരൻ ഹിന്ദുവായ സാമൂതിരി രാജാവായിരുന്നു. ഇതാണ് കേരളം. ഇത് നശിപ്പിക്കണോ? ഇത് നശിപ്പിക്കാൻ പാടില്ല. ഇത് പഠിച്ചോ നമ്മളെ കാക്കട്ടെ. ഇതിവിടെ നിലനിൽക്കണ്ടേ? നിങ്ങൾ പറ. ഈ പഴമ നിലനിൽക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് സമസ്ത ഇത്രയും ലക്ഷ്യം. നശിക്കരുത്. ഇത് നശിച്ച പിന്നെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയൂല. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. നശിച്ചു പോയാല് ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. നശീകരണത്തിന് അത്ര വലിയ കാലം വേണ്ട, നിർമ്മാണത്തിനാണ് കാലം വേണ്ടത്. ചിന്തിക്ക്. അത്ഭുതമല്ലേ? കുഞ്ഞായ മുസ്ലിയാർ അതിന് കപ്പപ്പാട്ട് എന്ന് പേര് കൊടുത്തു. പഴയ കാലത്ത് മാപ്പിളപ്പാട്ടുകൾക്കൊക്കെ രീതിയായി വന്നിരുന്നു കപ്പപ്പാട്ട്. കപ്പപ്പാട്ട്. കപ്പപ്പാട്ട് എന്നത് റിയാദുസ് സ്വാലിഹീൻ എന്ന വിശ്വപ്രസിദ്ധമായ ഹദീസ് പുണ്യ റസൂലുള്ളാഹിയുടെ തിരുവചനങ്ങളുള്ള ഹദീസ് ഗ്രന്ഥം, ഖുർആനും ഹദീസും ഉൾപ്പെടുന്ന റിയാദുസ് സ്വാലിഹീൻ എന്ന മഹൽ ഗ്രന്ഥം അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി കവിതയാക്കിയ കാവ്യ സമാഹാരത്തിന് ഹാസ്യ സാമ്രാട്ട് കുഞ്ഞായി മുസ്ലിയാർ കൊടുത്ത പേരാണ് കപ്പപ്പാട്ട്. അത് വെളിച്ചം കണ്ട് മലയാളികളുടെ മുന്നിലേക്ക് ആ കവിതയെത്താൻ പണം കൊടുത്ത് പ്രസിദ്ധീകരിക്കാൻ സഹായിച്ചത് ഹിന്ദുവായ കോഴിക്കോട്ടെ സാമൂതിരി രാജാവായിരുന്നു. ഇതാണ് പഴമ. ഈ പഴമ ഇനി ഇവിടെ നഷ്ടപ്പെട്ടു പോയാൽ മടക്കിയെടുക്കാൻ നമുക്ക് കഴിയൂല. നമ്മൾ ഐക്യത്തിന്റെ ആളുകളാ, നമ്മൾ സ്നേഹത്തിന്റെ ആളുകളാ. നമ്മളെല്ലാം ചിന്തിക്കണം. നമ്മൾ കാളെ പ്രസവിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേന് ചാടരുത്. പണം കൂടി, സമ്പത്ത് കൂടി, ഭക്ഷണം കൂടിയപ്പോ മനുഷ്യന് വികാരം കൂടി. എന്ത് പറഞ്ഞാലും എടുത്തു ചാടരുത്. ഖൽബുൻ ഷാകിറുൻ, നന്ദിയുള്ള ഹൃദയം, വബദനുൻ സ്വാബിറുൻ, ക്ഷമിക്കുന്ന ശരീരം, വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി, നന്മയിൽ സഹായിക്കുന്ന ഒരു ഇണയും, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഇതാണ് ലോകത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ നിധി. അതാണ്
4 കാര്യമുള്ളവന് ഈ ലോകത്തെ ഏറ്റവും വലിയ നിധി ലഭിച്ചു. 1 നല്ലത് പറയുന്ന നാവ്, പടച്ചോൻ തരട്ടെ. 2 നന്ദിയുള്ള ഹൃദയം, പടച്ചോൻ തരട്ടെ. 3 വിവേകവും ക്ഷമയുമുള്ള ഒരു ശരീരവും മനസ്സും. വിവേകം വേണം. ഇന്ന് നമ്മളെ പുതിയ പല സംഘടനകളും രീതികളും വിവേകം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് അന്യ സമുദായക്കാർ നമ്മെക്കുറിച്ച് തെറ്റിദ്ധരിക്കാൻ ഇടയാകുന്നു. അത് നേരല്ല, അത് തെറ്റാണ്. ഇത് പറയാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൂടുന്നവർക്ക് കൂടെ അല്ലാത്തവർക്ക് പോകാം. ഇത് തിരുവനന്തപുരത്ത് ആളെ കൂട്ടുന്ന പരിപാടിയല്ല. ഇതിന് ലക്ഷ്യമൊന്നുമില്ല. ഇവിടെ പഴമ നന്മ നിലനിൽക്കണം. നിയമസഭയിലെ പാർലമെന്റ് ഇത്ര ആളുണ്ടാവണം, ഇതൊന്നും സമസ്തയുടെ ലക്ഷ്യമല്ല. അത് ആൾ കുറയാൻ കൂടാണ്. അതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതൊക്കെ അവരവരുടെ ചോയ്സ് അനുസരിച്ച് അവർക്കൊക്കെ വോട്ട് ചെയ്ത് ജനാധിപത്യ പ്രക്രിയയുടെ ധർമ്മം നിർവഹിക്കണം. ആ രാഷ്ട്രീയത്തിന് ജനാധിപത്യ ധർമ്മമാണ്. അത് ഓരോരുത്തരും നിർവഹിച്ചോളും. അതൊന്നുമല്ല ഇവിടെ ഈ മതസംഘടനയുടെ ലക്ഷ്യമല്ല. ഇവിടെ നിലനിൽക്കുന്ന ഈ പഴമയുടെ നന്മ നിലനിൽക്കണം. അള്ളാഹു സഹായിക്കട്ടെ. ചിന്തിക്കും. 4 കാര്യം. ഈ ലോകത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ നിധി സമ്പാദ്യം 4 കാര്യമാണ്. നല്ലത് പറയുന്ന നാവാ, നന്ദിയുള്ള ഒരു ഹൃദയമാണ്, പിന്നെയോ ക്ഷമയും വിവേകവുമുള്ള മനസ്സും ശരീരവുമാണ്, പിന്നെയോ നല്ലതിനു തന്നെ സഹായിക്കുന്ന ഒരു ഇണ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഇതാണ് ലോകത്തെ മനുഷ്യന്റെ സമ്പത്ത്. ഇതാണ് സമ്പത്ത് എന്ന പുണ്യ റസൂൽ. അള്ളാഹു നമുക്ക് 4 നൽകട്ടെ. അള്ളാഹു 4 നൽകട്ടെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്നറിയ കുട്ടികളെ, ജനങ്ങളെ, നമ്മള് എടുത്ത് ചാടരുത്. ഇത് നല്ലതല്ല. നമ്മൾ ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടണം. ഈ നന്മയൊന്നും ഇവിടെ നശിച്ചു പോകരുത്. ഈ നന്മ ഇവിടെ നിലനിൽക്കണം. സ്നേഹം വേണം, ഐക്യം വേണം, ഇതൊക്കെ വേണം. പൊങ്ങച്ചം കാണിക്കരുത്. പൊങ്ങച്ചം അസൂയക്കാരെ സൃഷ്ടിക്കും. അത് നല്ലതല്ല. പൊങ്ങച്ചം പാടില്ല. ഇല്ലാത്തവനുണ്ട് ഇവിടെ. നമ്മൾ പൊങ്ങച്ചം കാണിച്ചാൽ മറ്റവന് നമ്മുടെ അസൂയ തോന്നാത്തത്. കാരണം അസൂയയില്ലെന്ന് ശത്രുത ഉണ്ടാവും, അസൂയെന്ന് കൊലപാതകം ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകത്തിന്റെ കാരണം അസൂയ. പടച്ചോൻ നമ്മളെ കാക്കട്ടെ. പൊങ്ങച്ചം കാണിക്കരുത്. പൊങ്ങച്ചം കാണിക്കരുത്. എന്താ എന്റെ പണം കൊണ്ട് ഞാൻ പൊങ്ങച്ചം കാണിച്ചാൽ പറ്റൂല. അതെന്താ കാണിച്ചാൽ എന്താ പറ്റൂല. അതെന്താ കാണിച്ചാൽ, പൊങ്ങച്ചം കാണിച്ചാൽ എന്നോട് മറ്റൊരുത്തിന് അസൂയ വരും. അസൂയയുള്ള നാട്ടിൽ കൊലപാതകം ഉണ്ടാവും. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകത്തിന്റെ കാരണം അസൂയ. ഇന്ന് നടക്കുന്ന ശത്രുതയുടെ ഒരളവോളം കാരണങ്ങൾ പൊങ്ങച്ച പ്രകടനങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. നല്ലല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ്. ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഏറ്റവും വലിയ നമ്മൾ ഈ ഭൂമിയിലെ നേതാവാണ്. മനുഷ്യൻ, മൃഗല്ല. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഈ ഭൗമമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം മനുഷ്യരാ. നമ്മൾക്ക് മോശത്തരങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ പ്രത്യേക ആളുകളാ. നമ്മുടെ രീതി നന്നാവണം. അല്ലാഹു അനുഗ്രഹിച്ച ജനവിഭാഗമാണ് മനുഷ്യർ. അവർ മൃഗത്തെ പോലെ ആകരുത്. അല്ല, മൃഗത്തെക്കാൾ അതപ്പറ്റിച്ചു പോകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പൊങ്ങച്ചമരുത്. ഇതൊന്നും മനുഷ്യർക്ക് നല്ലതല്ല. ഇതൊക്കെ ഈ പഴമയും നന്മയും സ്നേഹവും ഐക്യവും എല്ലാം സമൂഹത്തിൽ നിലനിൽക്കണം. പിന്നെ മതപരമായ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മതപരമായ കാര്യങ്ങളിൽ പുതിയ കൈകടത്തലുകൾ വേണ്ട. എന്തുകൊണ്ട്? ഇത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയ മതമല്ല. ഇതിന് 1400 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ഈ മൈക്ക് സെറ്റിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ തർക്കിക്കാം. കാരണം ഇതൊരു 10-40 കൊല്ലത്തിനുള്ളിൽ പ്രചാരത്തിൽ വന്നിട്ടുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്തെ ഇപ്പോൾ യോഗങ്ങളിലൊക്കെ നോട്ടീസിൽ NB ഉച്ചഭാഷണിയും ഉണ്ടായിരിക്കുന്നതാണ് എന്നുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പൊ ഈ മൈക്കയുടെ കാര്യത്തിൽ നമുക്ക് തർക്കിക്കാം. ഇസ്ലാം മതത്തിന്റെ കാര്യത്തിൽ തർക്കിക്കേണ്ടതില്ല. കാരണം ഇസ്ലാം മതം ഇന്ന് രാവിലെ ഉണ്ടായതല്ല,
1400 കൊല്ലങ്ങൾക്ക് ഇടയിൽ സാത്വികരായ ഒരു ജനത കൈകാര്യം ചെയ്ത് വന്നതാ. ഇനി ഇതൊന്നും പറയാനില്ല. അവർ ചെയ്ത വഴിയിൽ ചെയ്ത് സിറാത്തല്ലദീന പോരെ. എന്റെ തർക്കിക്കേണ്ട വിഷയം ഹൃദയ ബഹളങ്ങൾ ഉണ്ടാക്കേണ്ടയില്ല. ഇത് തർക്കിക്കാം. ഇതൊരു 35-40 എൻ്റെ കുട്ടിക്കാലത്തെ നോട്ടീസുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. NB ഉച്ചഭാഷിണിയും ഉണ്ടായിരിക്കുന്നതാണ് എന്നുണ്ടായിരുന്നു. ഇത്തരം നോട്ടീസ് കണ്ടപ്പോൾ ഉച്ചക്ക് തന്നെ അവിടെ പോയി കൂടിയവരുണ്ടായിരുന്നു. ഉച്ചഭാഷിണി കേട്ടപ്പോൾ നോട്ടീസ് കണ്ടപ്പോൾ ഇവർ വിചാരിച്ച ഉച്ചഭക്ഷണം അവിടെ ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഉച്ചഭക്ഷണം ഒഴിവാക്കിയിട്ട് അവിടെ പോയി കൂടിയതും അക്കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ വായിച്ചതാണ് കുട്ടികളെ. ഞാൻ വായിച്ചിട്ടുണ്ടാ നോട്ടീസ് ഒക്കെ ഞാൻ വായിച്ചത്. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ തർക്കിക്കാം. ഇതാ അവിടെ ഒരാൾ കമ്പ്യൂട്ടർ കൊണ്ടിരിക്കുന്നു, അതിൽ തർക്കിക്കാം. ലാപ്ടോപ്പ് കൊണ്ടിരിക്കുന്നു, അതിൽ തർക്കിക്കാം. സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഒക്കെ തർക്കിക്കാം. അതൊക്കെ ആയിക്കോട്ടെ, തർക്കിച്ചോളൂ. അതൊക്കെ ഇപ്പോൾ ഒരു 4, 5, 10 കൊല്ലത്തിന് ഇപ്പുറത്തെ പ്രചാരത്തിന് വന്നിട്ടുള്ളൂ. അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നല്ല, അത്ര പ്രചാരത്തിന് അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പൊ അതിൽ തർക്കിക്കാം. ഇസ്ലാമിലോ എന്ത് തർക്കിക്കാനുള്ളത്? എന്തുകൊണ്ടാണ് സ്വാത്വികരായ ഒരു ജനത കൈകാര്യം ചെയ്തു വന്നതാണ്. ആ ജനതയുടെ ശേഷിപ്പുകൾ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടതാണ്. കണ്ടിട്ടില്ലേ? 2 കൊല്ലം മുമ്പ് ഒരാൾ പാണക്കാട്ട് മരിക്കുക. ഇഷ നിസ്കരിച്ചിട്ട് ഇപ്പോൾ ഒരു വേദന വന്നു. മകരം ചെറിയ വേദനയായി ഉമറിൽ ശിയാപിടങ്ങൾക്ക്. അപ്പം ഞാൻ ഇഷ നിസ്കരിച്ചിട്ട് ആശുപത്രി പോകാൻ തന്നു. ഇഷയെ നിസ്കരിച്ചു, റവാട്ടിബ് നിസ്കരിച്ചു, പിന്നെ ചെറിയ കഞ്ഞി കുടിച്ചു. പിന്നെ ആശുപത്രിക്ക് ഇറങ്ങിപ്പോവാൻ നേരത്ത് ബഹുമാനപ്പെട്ടവർ പുരയിലുള്ളവരെയും അപ്പോൾ കൂടിയവരോട് പറഞ്ഞു, ആശുപത്രി പോവാണ്, ഫാത്തിഹ ഓടി ചെയ്ത് പിന്നെ ആശുപത്രി പോയി. ആര്? മയ്യത്ത് മരിക്കാൻ പോണ ആളാണ്. അവസാനത്തെ പുരയെന്ന് ഇറങ്ങുമ്പോൾ ഫാത്തിഹ വേറെ പോയി മരിക്കാൻ പോവാ. ആശുപത്രിയിലെത്തിയപ്പോഴോ ആശുപത്രി കിടക്കയിൽ കയറിയപ്പോൾ അതേ രാത്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് സന്തോഷിച്ചു മരിച്ചു. മുത്തഖീങ്ങൾക്ക് നല്ല മരണമുണ്ടാവും എന്ന് വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. എന്തിനാ സംശയിക്കണു? ഇതല്ലേ നേരായ വഴി. ഇനി സംശയിക്കേണ്ട ആവശ്യം എന്താ? ഇതല്ലേ നേരായ വഴി. അല്ലാഹു ആ വഴി നമ്മെ ആക്കട്ടെ. ഇതൊക്കെ കണ്ട ദൃക്സാക്ഷികൾ അനവധി ഡസൺ കണക്കിന് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇതാരും അറിയാൻ നടന്ന സംഭവമല്ല, ഇന്നുണ്ട്. ഇതാരെയും കണ്ടവരുണ്ട് മോനെ. നിങ്ങൾക്ക് എത്ര ആളാ വേണ്ടത്? ഈ സദസ്സിൽ സാക്ഷികളായവരുണ്ട്. ആ ദ്വയിൽ ആമീൻ പറഞ്ഞവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. മയ്യത്ത് മരിക്കാൻ പോണ ആളാ, ഇറങ്ങി പോകുന്ന നേരത്ത് അൽ ഫാത്തിഹ മരിക്കാൻ പോവാ. ഫാത്തിഹ ഓടി ദുആ ചെയ്ത് ഇറങ്ങിപ്പോയി, ആശുപത്രിയിൽ പോയി കെലിമീൻ ചൊല്ലി മരിച്ചു. പിന്നെ മയ്യത്ത് ഇങ്ങോട്ടുണ്ടാകും. മയ്യത്ത് അങ്ങോട്ട് പോയപ്പോൾ ഫാത്തിഹ മുത്തഖീൻ. സ്വച്ഛന്തമായ മരണം, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല, ചിരിച്ചു മരിച്ചു പോയി. ഇതല്ലേ നല്ല മരണം. അവരെ വഴി തുടരാനാണല്ലോ സിറാത്തല്ലദീന. നീ കണ്ട അനുഗ്രഹം ചെയ്ത ജനങ്ങളെ പിന്തുടർന്ന് വരിക. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ടാറ്റയും ബർലിയും അവളല്ല. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈമാൻ കിട്ടി മരിച്ചോലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലേ? അതിനേക്കാളും വലിയ അനുഗ്രഹം എന്താ? ടാറ്റയാകലോ ബർലയാകലോ ആണോ അനുഗ്രഹം? അതെന്ത് അനുഗ്രഹം മനുഷ്യ? പൈസ എന്ത് അനുഗ്രഹം? പൈസക്ക് ലൗ കാനത്ത് ദുനിയ ഇൻദല്ലാഹി ജനാഹ ബഉള. ഈ ദുനിയാവിലെ മൊത്തം ഒന്നടങ്കം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില അള്ളാഹുവിനുണ്ടായിരുന്നുവെങ്കിൽ മാ സഖാ കാഫിറൻ ജുർഅത മാ എന്ന് പുണ്യ റസൂൽ. ഈ ദുനിയാവ് ഒന്നടങ്കം അള്ളാന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഉണ്ടായിരുന്നെങ്കിൽ അള്ളാനെ നിഷേധിച്ച് നടക്കുന്നവന് ഒരിറ്റ് വെള്ളം അള്ളാഹ് കൊടുക്കൂലായിരുന്നു എന്ന് പുണ്യ റസൂൽ. അപ്പോൾ പിന്നെ ഇവിടെ നിഷേധികൾ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. അതല്ലാക്ക് വേസ്റ്റായ വെള്ളമാണ് ദുനിയാവിലെ വെള്ളം. അതിനുള്ളക്ക് വിലയില്ല. പരലോകത്തിന് വെള്ളമുണ്ട്, അത് അവർക്ക് കൊടുക്കില്ല. അത് വിലയുള്ള വെള്ളം. മനസ്സിലായില്ല? മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്?
ആ 2 വെള്ളമുണ്ട്, വിലയുള്ള വെള്ളമുണ്ട്, വിലയില്ലാത്ത ഇത് വിലയില്ലാത്ത വെള്ളമാണ്. ഇത് വിലയില്ലാത്ത വെള്ളമാണ്. ഇതിപ്പോൾ ചായയാണ്. നാളെ ഈ നേരത്ത് ഇത് മാലിന്യമാണ്. നാളെ ഈ നേരത്ത് വന്നു നോക്കിയാൽ ഇത് മാലിന്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ സാധനം പാറകുട്ടി ചായയാണ്. നാളെ ഈ നേരത്ത് വന്നാൽ അഴുക്കാണ്. അഴുക്ക് പായലൊക്കെ പിടിച്ച് അഴുക്കായി. കഴിക്കാത്ത ചായ തന്നെ അഴുക്കാം. കഴിച്ച ചായ ഏതായാലും അഴുക്കാണല്ലോ. അപ്പോൾ നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണമോ പൈസയോ ഒന്നുമല്ല. നിഅമത്ത് എന്നാൽ ഈമാൻ കിട്ടി മരിച്ചു വരാം. അല്ലാഹു തരട്ടെ. അതിൻ്റെ ആളുകളെ നമ്മൾ പറഞ്ഞല്ലോ, പൂക്കയറ്റങ്ങൾ, ബാഫക്കറ്റങ്ങൾ, ഷംസുൽ ഉലമ, കണ്യത്ത്, മുഹമ്മദ് അൽ-ശിഹാബ്, ഉമർ അൽ-ശിഹാബ്, അങ്ങനെ മനുഷ്യന്മാർ, നമ്മൾ കണ്ട മനുഷ്യന്മാർ. അല്ലാഹു ആ വഴിയിൽ നമ്മളെ ആക്കട്ടെ. അവരെ നിനക്ക് ബോധിച്ചിട്ടില്ലെങ്കിൽ നീ കണ്ട വഴിക്ക് പോയിക്കോ. ഇതോടെ ലാ ഇക്റാഹ ഫിദ്ദീൻ, ആരോട് നിർബന്ധിക്കേണ്ടതില്ലല്ലോ. അല്ല, അങ്ങനെയൊന്നും ആവൂല, നമുക്ക് വേറെ ആളെ വഴിക്കോ, ആയിക്കോട്ടെ, നീ പോയിക്കോ, നീ ചെഗുവരയുടെ വഴിക്ക് പോയിക്കോ, അങ്ങനെ പോയിക്കോ. 1947 നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയല്ലേ, അന്ന് പ്രശ്നമില്ല. ഇവിടെ നിർബന്ധമല്ല. ഇതാണ് വഴി, ഇതാണ് നേരായ വഴി. സിറാത്തൽ ലദീന, അല്ലാഹു ആ വഴിക്ക് നമ്മളാക്കി തരട്ടെ. ഈ വഴി നല്ല വഴിയാണ്, സന്തോഷപ്പെട്ട വഴിയാണ്. അല്ലാഹു വഴി നമ്മെ നിലനിർത്തി തരട്ടെ. ഇതാണ് വഴി, മുത്തഖീങ്ങളുടെ വഴിയാണ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് തങ്ങൾ പാപ്പ മരിക്കാൻ വേണ്ടി മരിക്കാൻ കിടക്കുക. അപ്പോൾ ആളെ പറഞ്ഞയച്ചു ചാപ്പനങ്ങാടിയിലേക്ക്. ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിം പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞു. വന്ന് അടുത്തെത്തിയപ്പോൾ പറഞ്ഞ് നിങ്ങളൊന്ന് മന്ത്രിക്കുന്ന ചാപ്പനങ്ങാടി വലിയുള്ളാഹി ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിനോട് മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാവർക്കും മന്ത്രിച്ചു കൊടുക്കുന്ന ആളാ പൂക്കോയത്തങ്ങൾക്ക് മന്ത്രിക്കാൻ വന്നപ്പോൾ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിം വിറച്ചുപോയി. അപ്പൊ എന്ത് ചെയ്യണു? അപ്പോൾ പൂക്കോയത്തങ്ങൾ മരണക്കിടക്കെ കിടക്കുന്ന പൂക്കോയത്തങ്ങൾ പാപ്പ എന്ത് ചെയ്ത് ചാപ്പനങ്ങാടിയെ തൻ്റെ കൈകൊണ്ട് പുറത്തൂടെ പിടിച്ച് ഇങ്ങോട്ട് അടുപ്പിച്ച് ശരിക്കും മന്ത്രിച്ച് മൂർത്താൻ മുതൽ തല വരെ മന്ത്രിച്ചു. പൂക്കോയത്തങ്ങളെ മന്ത്രിച്ചു. ആര് മന്ത്രിച്ചു? ചാപ്പനങ്ങാടി വാപ്പസ്. മന്ത്രം കഴിഞ്ഞു കെലിമി ചൊല്ലി മരിച്ചു. കണ്ടാളൊന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ ചാപ്പനങ്ങാടി വഴിയാണ്, ആ പൂക്കോയുടെ വഴിയാണ്. ഇനി ഇതൊന്നും അല്ലാത്തൊരു വഴിയാണ്ട ഇനി പോയിക്കോ, നമ്മളില്ല, നമ്മൾ ഇതിനേക്കാൾ വഴി കണ്ടിട്ടില്ല. അല്ല, അത്രയല്ലേ ഉള്ളൂ. പറഞ്ഞില്ലേ, പറയേ, നമ്മക്കിതിൽ നിർബന്ധണ്ട. മതത്തിൽ ഒരാളെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നേരായ വഴി. ആ വഴിയിൽ ഇപ്പോൾ നേതാക്കൾ ഒന്ന് ഹൈദർ അലി ശിഹാബാണ്, ഒന്ന് ചെറുശ്ശേരി ജയന്തി മൂല്യരാണ്, ഒന്ന് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരാണ്. അല്ലാഹു ആ വഴിക്ക് നമ്മളെ ആക്കി തരട്ടെ. ആ വഴിയെ തുടർന്നവരവരാണ്. അപ്പൊ അവരെ പിന്നെ നമുക്ക് പോവാം. والعاقبة للمتقين والعاقبة للمتقين. ഇവിടെ കോഴിക്കോട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. കോഴിക്കോട്ട് പാണ്ഡികശാലയിലെ ഒരു അരിക്കച്ചവടക്കാരനുണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ വിശ്വപ്രസിദ്ധനായ ഒരു മുസ്ലിം നേതാവ് ഉണ്ടായിരുന്നു, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി റഹ്മഹുല്ലാഹ്. 971 അവസാനമായി ഹജ്ജിന് വന്നത്. അവസാനത്തെ ഹജ്ജ് 971 പോയി. 72 തുടക്കത്തിലാണ് ഹജ്ജിൽ പങ്കെടുത്തു, മരിച്ചു. അവസാനത്തെ ഹജ്ജത ബാഫഖി തങ്ങളുടെ റഹ്മഹുല്ലാഹ്. അവരെയും നമ്മളെയും ഫിർദൗസിലാക്കട്ടെ. ആ ഹജ്ജ് യാത്രയിൽ, അവസാനത്തെ ഹജ്ജ് യാത്രയിൽ തങ്ങളുടെ യാത്രയപ്പിൽ പങ്കെടുത്തവർ ഇപ്പോൾ കൊയിലാണ്ടിയിലുണ്ട്. അന്നത്തെ ചെറുപ്പക്കാർ ഇപ്പോൾ വയസ്സന്മാർ. ചിന്തിക്ക് കൊയിലാണ്ടിയിലുണ്ട്. നിങ്ങൾ വരി, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ വരി, ഞാൻ വെറുതെ പറയല്ല, ഞാൻ കാണിച്ചു തരാം. 971 ബാഫഖി തങ്ങൾ കൊയിലാണ്ടിയിൽ നിന്ന് അവസാനമായി ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ ആ ഹജ്ജിൽ യാത്രയപ്പിൽ കൊയിലാണ്ടിയിലെ ബാഫഖി വീട്ടിൽ പങ്കെടുത്തവർ ഇന്ന് കൊയിലാണ്ടിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇന്നുണ്ട്. എങ്ങനെയായിരുന്നു യാത്രയപ്പ്?
രണ്ട് ദൃക്സാക്ഷികൾ. നിങ്ങൾ വരി, ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ വരി, ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അന്നത്തെ ചെറുപ്പക്കാർ, ഇന്നത്തെ വയസ്സന്മാർ. എങ്ങനെയാണ് യാത്രയപ്പോ? രാവിലെ 10 മണിയായപ്പോഴത്തിന് കൊയിലാണ്ടിയിലെ മനവരി മുസ്ലിമീങ്ങൾ ആ വീട്ടിലേക്ക് വിളിച്ചു. കേരളത്തിലെ അനവധി സയ്യിദന്മാരെയും ആലിമീങ്ങളെയും വീട്ടിലേക്ക് വിളിച്ചിരുന്നു. 10 മണിയായപ്പോൾ, രാവിലെ 10 മണിയായപ്പോൾ എല്ലാവരും കൂടിയിട്ട് മങ്കൂസ് മൗലൂദോടി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അത് കഴിഞ്ഞിട്ട് അഷ്റഖ ബൈത്തടക്കമുള്ള ശറഫുൽ അനാമിയോട് ശറഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور يا نبي عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. ായിട്ട് മൗലിദോടി. ആ മൗലിന്റെ അവസാനം അവിടെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ബാപ്പക്ക് തങ്ങൾ സ്വന്തം കൈകൊണ്ട് ബറക്കത്തിന്റെ പണം നൽകി. കണ്ട ദൃക്സാക്ഷികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് കൊയിലാണ്ടിയിൽ. വാ, എന്റെ കൂടെ വാ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുത്തു. പിന്നെ തങ്ങൾ യാത്രയായി. പ്ലാറ്റ്ഫോമിലെത്തി, വണ്ടി വന്നു, വീണ്ടും ഇതായിരുന്നു യാത്ര. ആ യാത്രയിൽ ഹജ്ജിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ ഇഹ്റാമിന്റെ തഹല്ലുല് പൂർത്തിയായിട്ടില്ല. ഇഫാളത്തിന്റെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിറച്ച് പനിച്ചു പോയി. ഹജ്ജിന്റെ കർമ്മം പൂർത്തിയായിട്ടില്ല. ഇഫാളത്തിന്റെ തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനം പനി പിടിച്ചു. ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കിടന്ന് മരിച്ചു. മരിച്ചപ്പോൾ കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടായിരുന്നു. ദൃക്സാക്ഷിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിന്തിക്കണം, ചിന്തിക്കണം. ഇത് തമാശയല്ല, ചിന്തിക്കണം. ഇഹ്റാമിന്റെ തഹല്ലുല് പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരാൾ മരിച്ചുപോയാൽ അന്ത്യനാളിൽ ഖബറിൽ നിണിക്കുന്ന നേരത്ത് തൽബിയത്ത് ചെല്ലുമെന്ന് പുണ്യനബി. അവർ ഖബറിൽ നിന്ന് ഇസ്രാഫീൽ വിളിച്ചുണർത്തുന്ന നേരത്ത് അവർ എണീക്കുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് വിളിച്ചുകൊണ്ട് എണീക്കുമെന്ന് പുണ്യനബി. അതാണ് വാഫത്ത്. എന്നിട്ട് കൊണ്ടുപോയി അക്കാലത്ത് ഹജ്ജിൽ പങ്കെടുത്തവരൊക്കെ മയ്യിത്ത് നിസ്കരിച്ചു. പലരും ഞാൻ കണ്ടിട്ടുണ്ട് നിൽക്കാൻ സ്ഥലം കിട്ടാതെ മറ്റുള്ളവരുടെ കാലിന്റെ പുറത്ത് ചവിട്ടിക്കയറി മയ്യിത്ത് നിസ്കരിച്ചാളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഹറമിന്റെ പരിസരത്ത് ജന്നത്തുൽ മുഹല്ലയിൽ മറവ് ചെയ്തു. എവിടെ? ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ. ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ. അതെങ്ങനെയാ? അതിന്റെ അങ്ങനെ ഒരാളുടെ ഖബറിന്റെ മണ്ണ് തീരുമാനിക്കുന്നവനാരാ? അല്ലാഹു. അവിടെ തന്നെ. അത് തെളിവാണ്. ഇത് നല്ല വഴിയാണ്. ആ വഴിയാണ് സമസ്ത. ആ മനുഷ്യനാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിച്ചത്, സയ്യിദ് റഹ്മാൻ. അതാണ് ഈ വഴി. നമുക്ക് കൂടാതിരിക്കാം. അതാണ് ഈ വഴി. നമ്മളേതായാലും ആ വഴിയിലാണ്. അല്ലാഹു വഴിക്ക് പോകാൻ തൗഫീഖ് തരട്ടെ. കാരണം എന്താണ് എൻ്റെ പ്രശ്നം? എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വഴിയില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ അതിനേക്കാൾ നല്ലൊരു വിഭാഗത്തെ കണ്ടിട്ടില്ല. കണ്ടാൽ കൂടെ പക്ഷെ കണ്ടിട്ടില്ല, കാണുന്നില്ല. ഇനി കാണാൻ കഴിഞ്ഞോളൊന്നുമില്ല. കഴിഞ്ഞോളന്നല്ല, കാണൂല്ല. കഴിഞ്ഞില്ല. നിങ്ങൾക്ക് വേണോ കൂടാ? ഞാൻ ആ വഴിക്ക് എന്നേ ഉള്ളൂ. അത് വേറെ ഒന്നും ഉണ്ടായിട്ട് പറയില്ല. ഏത് സംഘടന കൂടിയാലും മനുഷ്യന് പ്രവർത്തിക്കാം. പക്ഷെ അങ്ങനെ ആയാൽ മതിയാവില്ലല്ലോ കുട്ടികളെ. നമുക്ക് ഇതൊക്കെ വെറുതെ ചെലവാക്കാൻ പറ്റുമോ? അള്ളാഹു ഈ നാളെ ചോദിക്കൂലേ? പഠിച്ച നേരായ വഴിക്ക് പോകാൻ തൗഫീഖ് തരട്ടെ. നിന്റെ നേതാവ് ആരാ? എൻ്റെ നേതാവ് ബാഫക്ക് എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്. എൻ്റെ നേതാവ് പൂക്കോ എന്ന് പറഞ്ഞാൽ സന്തോഷം എത്രയാണ്. പഠിച്ച നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലേ? അത് സന്തോഷല്ലേ? ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിലാണ് ഖബർ ബാഫക്കയുടെ. ചിന്തിക്കും.
വൽആഖിബതു ലിൽമുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് നല്ല മരണമുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. മുത്തഖീങ്ങൾക്ക് നല്ല മരണം ഉണ്ടാവും. ചേകനൂര് മരിച്ചല്ലോ, ആര് കണ്ട് ആരറിഞ്ഞു? അല്ല, ഞാൻ മരിച്ചത് പ്രശ്നം ഉണ്ടായിട്ട് പറയാനല്ല, ഞാൻ ചേകനൂരിന്റെ കൊലപാതകം അറിയരുത് എന്ന് വിചാരിച്ച് പറയുമല്ല, ചേകനൂരിന്റെ കൊലപാതകം തെളിയരുതെന്നും തെളിയണമെന്നും എനിക്ക് പാടില്ല, രണ്ടും പാടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ചേകനൂരിന് അങ്ങനെ ഒരു നല്ല മരണം ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ച ആള് നമ്മൾ ആരുമല്ല. അതാരാ? എന്താ നിങ്ങൾ ഉറങ്ങണത്? തീരുമാനിച്ചാരാ? നല്ല മരണം ഉണ്ടാവരുത്. വാപ്പക്ക് നല്ല മരണം തന്നെ ഉണ്ടാവണം തീരുമാനിച്ചവൻ ആരാ? അപ്പൊ നമുക്ക് വാപ്പക്കനെ വഴിയല്ലേ അല്ല, എന്തിനാ സംസാരിക്കേണ്ട ആവശ്യം? എന്തിനാ വെറുതെ നമ്മളെ ആയുസ് കൊണ്ട് ആർക്കെങ്കിലും തെളിച്ചു കളേണ്ട ആവശ്യം എന്താ? വാപ്പക്കയുടെ വഴി തന്നെയാണ്, ഈ വഴിക്കട് പോയാൽ നന്നോ, രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെയാ വാപ്പക്കയുടെ ഖബറ്. നാളെ രാവിലെ ഒരാൾക്ക് നാളെ രാവിലെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കയറിയാൽ 4.5 മണിക്കൂർ അല്ലേ? ജിദ്ദയ്ക്ക് എത്ര പറയേ? 5 മണിക്കൂർ ആയിക്കോട്ടെ, 1/2 മണിക്കൂർ എൻ്റെ വക കുറക്കണ്ട, 5 മണിക്കൂർ. രാവിലെ നാളെ 6:15 7:15 ഒരു ഫ്ലൈറ്റിൽ നേരെ എടുക്കാതെ 5 മണിക്കൂർ ജിദ്ദയിലെത്തി. ജിദ്ദയിൽ ചെന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് എവിടെ എത്താം? അതൊക്കെ നിങ്ങളെ ഖബറാണ്. ആയുസ് മുഴുവനും കാറെടുത്ത് തെരഞ്ഞാൽ ചേകനൂരിന്റെ ഖബറാണ്. അല്ല, അപ്പൊ നമുക്ക് നല്ല ഉറപ്പുള്ള ഒരു തുടരലല്ലേ കുട്ടികളെ നല്ലത്. ഇത്രേ നമുക്ക് വർത്താനുള്ളൂ. ഇതിന്റെ ആളൊന്നും അല്ലല്ലോ, നമ്മളല്ലല്ലോ. ചേകനൂരൊക്കെ നല്ല കൊലത്തിൽ മരിച്ചു പോകണമെന്നൊക്കെ അള്ളാഹ് തീരുമാനിച്ചിരുന്നു. പക്ഷെ അള്ളാഹു അറിയാതെ മനുഷ്യന്മാരങ്ങനെ ചെയ്തതാണ്. അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയാണോ? അല്ലല്ലോ. നല്ലൊരു മരണം ആരും വിചാരിച്ചിട്ടില്ല. ഇനിയിപ്പോ തെളിഞ്ഞാലും മരണം നല്ലതല്ലല്ലോ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. തെളിയണമെന്നും തെളിയണ്ടെന്നും എനിക്ക് വാദമല്ല. അതൊക്കെ CBI സർക്കാർ ഒക്കെ വേറെ വിഷയമാണ്. അതൊന്നും ഇതിന്റെ വർത്താനല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മളത് ആ പൊല്ലാപ്പിന് പോകുന്നത്? നേരായ വഴിയുടെ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടല്ലോ. ബാഫക്കൈ പോയ ആ വഴിക്കട് പോയ പോലെ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതല്ലേ നല്ല മനുഷ്യന്മാര്. നിങ്ങളെ അതുകൊണ്ട് ഈ വഴിയിൽ നമ്മൾ പോവുക തന്നെ. സുബ്ഹിനോട് അടുക്കുന്ന നേരത്തൊരു ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുന്ന മനുഷ്യൻ, സുബ്ഹിനോട് അടുത്ത നേരത്തെ മനുഷ്യൻ എന്ത് ചെയ്തു? ശിഷ്യന്മാരോട് പറഞ്ഞു, യാസീനോട് വീൻ. ഉസ്താദിനെ കുറച്ച് രോഗം കൂടുതലായിരുന്നു, അതുകൊണ്ട് അന്ന് ആരും ഉറങ്ങിയില്ല. അവസാന ദിവസമാണ്. എന്തോ സംഭവിക്കുന്ന എല്ലാവർക്കും ഡോക്ടർമാർ പറഞ്ഞിരുന്നു. സുബ്ഹിയോട് അടുത്ത നേരായപ്പോൾ ഉസ്താദ് പറഞ്ഞു, യാസീൻ ഓടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ യാസീൻ ഓടി. ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഉസ്താദും കൂടെ ഓടി. യാസീനിലെ അവസാനത്തെ ആയത്ത് വഇലൈഹി തുർജഊൻ എന്ന ആയത്ത് തീർന്നപ്പോൾ തൊട്ടടുത്ത പള്ളിയിൽ ബാങ്ക് കൊടുത്തു. അപ്പോൾ എല്ലാവരും പിന്നെ ബാങ്കിന് ജവാബ് പറഞ്ഞു. അങ്ങനെ അവസാനത്തെ വാക്കിന് ഉത്തരം പറഞ്ഞു ഈ മനുഷ്യൻ, ഈ പണ്ഡിതൻ. ബാങ്കിന്റെ അവസാനത്തെ വാക്കിനും ഉത്തരം പറഞ്ഞു. ഏതാ ബാങ്കിന്റെ അവസാനത്തെ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ കണ്ണടച്ച് ചുണ്ട് കൂട്ടി കഴിഞ്ഞു, പിന്നെ മിണ്ടിയില്ല. ആ മനുഷ്യനാണ് 40 കൊല്ലം സമസ്തയെ ഭരിച്ച ശംസുൽ ഉലമ. ഈ കോഴിക്കോട്ട് 96 നടന്ന മരണ ദൃക്സാക്ഷികൾ ഇന്ന് ജീവിച്ചിരുന്നു. അതല്ലേ നല്ല വഴി? അതല്ലേ ശംസുൽ ഉലമ ഇരിക്കാൻ പോക്ക മുസ്ലിം? അതല്ലേ ആ മനുഷ്യനെ മരിച്ചത് എത്ര കാലമായി ഇപ്പോഴും ജനങ്ങൾ ഇങ്ങനെ പറയുന്ന കാരണം തന്നെ. വൽആഖിബത്തുൽ മുത്തഖീൻ, നല്ല മനുഷ്യന്മാർ മാത്രമേ നല്ല വിധത്തിൽ മരിച്ചു. അള്ളാഹു അങ്ങനത്തെ ഒരു മരണം നമുക്ക് നൽകട്ടെ. അപ്പൊ ആ വഴി നമ്മളാണ് തുടർന്നത്. ഇത് തന്നെ ഇതൊക്കെ കൃത്യം. അതുകൊണ്ട് ശംസുൽ ഉലമയുടെ മരണം വൽആഖിബത്തു ലിൽ മുത്തഖീൻ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ. ഇത് തന്നെ
വാഴക്കാട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. വാഴക്കാട് പഞ്ചായത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു കറുകറുത്ത മനുഷ്യനുണ്ടായിരുന്നു. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ആ മനുഷ്യൻ മരിച്ച ദിവസം വാഴക്കാട് പഞ്ചായത്തിലെ ഹിന്ദുക്കൾ പോലും തൊഴിലിന് പോയില്ല എന്നോട് ടി മുഹമ്മദ് ബഷീർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കൾ, അനവധി ഹിന്ദുക്കൾ അന്ന് തൊഴിലിന് പോയില്ല. എന്തേ? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മരിച്ചുപോയി എന്ന വേദന കൊണ്ട് ഹിന്ദുക്കൾ, ഹിന്ദു സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ പോലും എന്തേ എന്നാ അങ്ങനെ? അതിന്റെ കാരണം എന്താ? കാരണമുണ്ട്. അതെന്താ? ഇന്നലിൽ മുഅ്മിനീന നൂറൻ ഫിൽ ഖൽബി വളിയാഅൻ ഫിൽ വജ്ഹി വസഅതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്ക് 4 അടയാളം ഉണ്ടാവും. നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. വളിയാഅൻ ഫിൽ വജ്ഹി, മുഖത്ത് ഈമാന്റെ ചൈതന്യം ഉണ്ടാവും. വസഅതൻ ഫിൽ റിസ്ഖി, ഭക്ഷണത്തെ പറ്റി അവർ ആവലാതിപ്പെടില്ല. ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ആരോട് പറയാ. അവർക്ക് വേണ്ടത് അള്ളാഹു അവർക്ക് നൽകും, അല്ലെങ്കിൽ ക്ഷമെങ്കിൽ. 4-മത്തേത് വസഅതൻ ഫീ ഖുലൂബിൻ നാസ്, സകല മനുഷ്യർക്കും അവരോട് സ്നേഹമുണ്ടാവും. സകല മനുഷ്യർക്കും അവരോട് സ്നേഹം. ഈ 4 കാര്യവും വിശ്വാസികൾക്കുണ്ടാകുമെന്ന് പുണ്യ റസൂൽ. ഇതന്നെ വമഹബ്ബതൻ ഫീ ഖുലൂബിൻ നാസ്, സകല മനുഷ്യർക്കും, അവർ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും സ്നേഹം ഉണ്ടാവും. ഉണ്ടായിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, പൂക്കോയ മരിച്ചപ്പോൾ, ഷിഹാബ് മരിച്ചപ്പോൾ ഉണ്ടായില്ലേ? റഹ്മഹുമുല്ലാഹ്, അല്ലാഹു അവരെയൊക്കെ ഫിർദൗസിലാക്കട്ടെ. ഇത് തന്നെയല്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഇതാണ് കുട്ടികളെ നേരായ വഴി. ആ വഴിയിൽ മുന്നോട്ട് പോവുക. അക്രമങ്ങളും വേണ്ടാത്തരവും വെടിയ. പിന്നെ നിസ്കരിക്കുക, കൃത്യമായി എല്ലാവരും നിസ്കരിക്കുക, തമ്മാടിത്തരം ചെയ്യാതിരിക്കുക, ഖുർആനോട് നല്ലവരാവുക, അയൽപക്ക ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കുക, നല്ലത് പറയുക, നല്ലത് ചെയ്യുക, നല്ലതിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുക, നല്ലവരോട് സഹവസിക്കുക, ദുഷിച്ച കൂട്ടുകെട്ടുകളെ വർജിക്കുക, ഉള്ള ആയുസ് നല്ലതിന് വേണ്ടി ചെലവാക്കുക. അല്ലാഹു തആല സഹായിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ സമയം വളരെ താമസിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഇത്യാദി നന്മയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും കയ്യും മയ്യും മറന്ന് സഹകരിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നന്നാവണം. എൻ്റെ വാക്കിലോ മറ്റോ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല, ഉണ്ടായത് നിങ്ങൾക്ക് വിഷമങ്ങളായിട്ടുണ്ടെങ്കിലോ എൻ്റെ സമയം ഞാൻ നേരം വൈകിപ്പോയതിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദീനിയായ ചില ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് നേരം വൈകുന്നതാണ്, ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ ഈ മണക്കടവ് ഒരു പഴയ പാരമ്പര്യമുള്ള നാടാണ്. ഈ നന്മ ഈ നാട്ടിൽ നിലനിൽക്കണം. അല്ലാഹു നിലനിർത്തി തരട്ടെ. പ്രത്യേകിച്ച് കോഴിക്കോടും പരിസരമൊക്കെ വല്ലാത്ത നാടുകളാണ്. ഈ നാട്ടിലെ നന്മയും ചൈതന്യവും ചന്തവും നിലനിൽക്കണം. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. സ്നേഹം, ഐക്യം അതൊക്കെ വേണം. പിന്നെ മുതിർന്നവർ കാര്യങ്ങളൊക്കെ ഭംഗിയായി കൊണ്ടുപോകണം. ചെറുപ്പക്കാർ അവരോട് സഹകരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം. മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും ചെറുപ്പക്കാരെ പരിഗണിക്കാത്തവരും എന്നിൽപ്പെട്ടവരല്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടും വേണം. മുതിർന്നവരെ ബഹുമാനിക്കണം, മുതിർന്നവർ ചെറുപ്പക്കാരോട് സഹകരിക്കും, ചെറുപ്പക്കാരെ പരിഗണിക്കുകയും വേണം. അപ്പോഴല്ലേ സമൂഹം വളർന്നു വരുള്ളൂ. ഓരോന്നും നമ്മൾ ഓരോരുത്തരും നമ്മുടെ താഴെ വരുന്ന ആളുകളുണ്ട്, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പോഴേ സമൂഹം നന്നായി തീരുള്ളൂ. അതേപോലെ തന്നെ ചെറുപ്പക്കാരായ ആളുകൾ ആരോഗ്യമുള്ള സമയമായതുകൊണ്ട് മുതിർന്നവരെ കുറിച്ച് നല്ല മോശപ്പെട്ടത് പറയരുത്, മോശത്തിൽ ഇടപെടരുത്, സഹകരിക്കണം, ബഹുമാനിക്കണം. അല്ലാഹു സഹായിക്കട്ടെ. അങ്ങനെ സുശക്തമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. പിന്നെ മോശപ്പെട്ട കാര്യങ്ങളും രീതികളും ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെ നമ്മൾ അവഗണിക്കണം. അത് പുണ്യ റസൂലിൻ്റെ കാലത്തുമുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ തിന്മയും അവസാനിച്ചിട്ട് നമുക്ക് നന്മ ചെയ്യാൻ കഴിയൂല, അങ്ങനെ ആരും വിചാരിക്കണ്ട. അതൊന്നും നമ്മൾ കഴിയൂല. അതങ്ങനെയാണ്. നമ്മൾ നമ്മൾ നന്മക്ക് വേണ്ടി ഒരുമിച്ച് കൂടുക, എന്നിട്ട് നമ്മൾ നന്മ ചെയ്യുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. അല്ലാഹു സഹായിക്കട്ടെ.
നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ലേ നല്ല നേതൃത്വമുണ്ട്. പാണക്കാട് സയ്യിദ് കുടുംബവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും, അതാണ് നമ്മുടെ നേതൃത്വം. ആ വഴിക്ക് മുന്നോട്ട് പോകണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അച്ചടക്കവും ഒരുമയും സ്നേഹവും ഐക്യവും പഴയ കാലത്തെ മുസ്ലിമീങ്ങൾ ഇന്ന് വരെ പുലർത്തിയ ആ സത്യസന്ധമായ പാരമ്പര്യവും ഇത് നിലനിർത്തി മുന്നോട്ട് പോകാൻ എന്റെ നഫ്സിനെയും നിങ്ങളെയും ഉപദേശിച്ചുകൊണ്ട് ഇലാ ഹദറത്തിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം